ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ സായങ്കാല വന്ദനങ്ങളെ സാദരം. ഇതൊരു മതത്തിൻ്റെ സന്ദേശമല്ല, മതമാറ്റത്തിൻ്റെ സന്ദേശവുമല്ല. മഹാദൈവം മനുഷ്യനായി അവതരിച്ച് മാനവമധ്യ പാവന ജീവിതം നയിച്ച് മരക്കുരിശിൽ മരിച്ച് മണ്ണിൽ അടക്കപ്പെട്ട് മഹത്വം കൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് തൻ്റെ വത്സല ശിഷ്യന്മാരെ അരികിൽ വിളിച്ച് അരുളി ചെയ്തതിന് പ്രകാരം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളുടെ ഉപദേശമൊക്കെയും പഠിപ്പിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം. സകല ജാതികളെയും ശിഷ്യരാക്കുന്ന ക്രൈസ്തവ മാർഗത്തിൻ്റെ സന്ദേശമാണ് സുവിശേഷം. ഈ സവിശേഷമായ വിശേഷം വാരിലെ മനുഷ്യനെ പരത്തിലേക്ക് നയിക്കുവാൻ പരമകാരുണ്യവാനായി ദൈവം ഒരുക്കിയ പവിത്രപത്തിലെ ആവിഷ്കരണമാണ്. അതുകൊണ്ട് ഈ സുവിശേഷം ഉല്ലേഖനം ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിലാണ്. ലോകത്ത് അനവധി മതങ്ങളും മതഗ്രന്ഥങ്ങളും ഉണ്ടെന്ന് വരികിലും ലോകത്തെമ്പാടും തിരുവെഴുത്തെന്ന പേരിൽ അറിയപ്പെടുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, അതാണ് വിശുദ്ധ ബൈബിൾ. പണ്ഡിതന്മാർ, പാമരന്മാർ, രാജാക്കന്മാർ, പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മുക്കുവന്മാർ, ആട്ടിടയന്മാർ, പ്രവാചകന്മാർ, ഇങ്ങനെ നാനാ തുറകളിൽപ്പെട്ടവർ, ഉദ്യാനം, മരുഭൂമി, ദ്വീപസമൂഹം, കാരാഗ്രഹം, ഇങ്ങനെ വിവിധ തലങ്ങളിൽ ഇരുന്നുകൊണ്ട് സുമാർ 1600 വർഷത്തെ കാലദൈർഘ്യം എഴുതി ചേർത്താണ് ബൈബിൾ എന്ന് വരികിലും ആദിയോടന്തം നാം പരിശോധിച്ചാൽ ഒരു എഴുത്തുകാരൻ ഒരിപ്പിലിരുന്ന് ഒരേ സമയത്ത് ഒരേ തൂലിക എഴുതിയതുപോലെ തമ്മിൽ ഇണക്കപ്പെട്ടിരിക്കുന്ന ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് ബൈബിൾ എന്നതിന് വിളിക്കുവാൻ കാരണം പുസ്തകങ്ങളെന്നേ അതിനർത്ഥമുള്ള പ്രിയരെ. ഈ ബൈബിൾ പഴയ നിയമം നാം വിളിക്കുന്ന ഇന്നത്തെ ക്രൈസ്തവ പഴയ നിയമം എന്ന് വിളിക്കുന്ന യഹൂദന്മാരുടെ തിരുവെഴുത്ത് അത് എഴുതി സൂക്ഷിച്ചത് തുകൽ ചുരുടുകളിലായിരുന്നു. എന്നാൽ BC 450 കാലഘട്ടങ്ങളിൽ എസ്രാ ശാസ്ത്രിയുടെ പ്രത്യേകമായിരിക്കുന്ന ക്രോഡീകരണത്തിലൂടെ ഇത് ഗ്രീക്കിലേക്ക് വിവർത്തനം ഉപയോഗിച്ചത് നൈൽ നദീതടങ്ങളിൽ വളരുന്ന പാപ്രസ് എന്ന ചെടിയുടെ തണ്ട് പൊളിച്ചെടുത്ത് അത് ഉണക്കി അതിലാണ് എഴുതിയത്. അതുകൊണ്ട് പേപ്പർ എന്ന് വിളിക്കുന്നത്. അതിന് ഇംഗ്ലീഷിൽ ബുക്സ് എന്ന് പറയും, ഗ്രീക്കിൽ ബിബ്ലിയോസ് അഥവാ ടാ ബിബ്ലിയ എന്ന് പറയും. പുസ്തകങ്ങൾ എന്നാണ് ഇതിനർത്ഥമുള്ളത്. അതുകൊണ്ടാണ് ബൈബിൾ എന്ന് പറയുന്നത് 66 ഗ്രന്ഥ സമുച്ചയമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ രചന എന്ന് പറയുന്നത് സവിശേഷമായ രചനയാണ് നടന്നിരിക്കുന്നത്. ലോകത്തുള്ള ഇതര മതഗ്രന്ഥങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് ചോദിച്ചാൽ ഭാരതീയ മതഗ്രന്ഥങ്ങളായിരിക്കുന്ന വേദങ്ങളും ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യജ്ഞകുണ്ഡത്തിൽ നിന്ന് കയറി വന്നുവെന്നും മനസ്സാകുന്ന സമുദ്രം കിളച്ചെടുത്തു എന്നും അതുപോലെ ബ്രഹ്മമുഖത്ത് നിന്ന് ലഭിച്ചുവെന്നുമാണ് അവർ പല ചിന്താധാരകളാണ് ഉള്ളത്. അതുപോലെ ഖുർആനെ കുറിച്ച് നാം പരിശോധിച്ചാൽ മുഹമ്മദ് നബിക്ക് 40 വയസ്സ് മുതൽ 63 വയസ്സുള്ള കാലഘട്ടം 23 വർഷം കൊണ്ട് പലപ്പോഴായി സ്വർഗത്തിൽ എഴുതി സൂക്ഷിച്ചതിൽ നിന്നും ആയത്തുകളായി ഇറക്കി കൊടുത്തുവെന്നാണ് അവരും അവകാശപ്പെടുന്നത്. ഇങ്ങനെ ലോകത്ത് മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം വിശുദ്ധമാണെന്നും അതിൻ്റെ ഉത്പത്തിയെക്കുറിച്ച് അത്ഭുതാവഹമായിരിക്കുന്ന അഥവാ ഈ ചിന്താധാരകളുമുള്ളപ്പോൾ ബൈബിൾ അങ്ങനെയല്ല അവകാശപ്പെടുന്നത്, മനുഷ്യർ എഴുതിയെന്നാണ്. മനുഷ്യർ എഴുതിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചോദിച്ചേക്കാം, മനുഷ്യരല്ലേ എഴുതിയത്, അതുകൊണ്ട് മാനുഷികമായിരിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ആശയം കൂടി ബൈബിളിൽ കടന്നുകൂടാൻ സാധ്യതയില്ലേ? ന്യായമായൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ബൈബിളിൻ്റെ രചനയെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യനായ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം പറയുന്നത്, പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ. ദൈവം അതാത് കാലഘട്ടങ്ങളിൽ താൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ വരികയും ആ പ്രവാചകന്മാരുടെ വായോട് കൂടെയിരുന്ന് ദൈവം സംസാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ദൈവം സംസാരിച്ചത്?
അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ദൈവം ആ പരിശുദ്ധാത്മാവിൽ സംസാരിച്ചു. അതാത് കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരിൽ വരികയും ആ പ്രവാചകന്മാരുടെ വായോട് കൂടെ ഇരുന്ന് സംസാരിച്ചു. അതുകൊണ്ടാണ് നാം ബൈബിൾ പരിശോധിച്ചു കഴിയുമ്പോൾ ബൈബിളിലെ 2-ാമത്തെ പുസ്തകമായി പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം പറയുന്നത് പ്രകാരമാണ്: മോശെ, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് സംസാരിക്കും. ദൈവം വായോട് കൂടെ ഇരുന്ന് പ്രവാചകന്മാർ സംസാരിച്ചത് കൊണ്ടാണ് പഴയ നിയമ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ യഹൂദിന്റെ 22 തിരുവെഴുത്ത് എന്ന് പറയുന്നത്, നാം ക്രൈസ്തവർ 39 എന്ന് വിളിക്കുന്ന പഴയ നിയമ ഗ്രന്ഥം പരിശോധിച്ചാൽ അതിൽ 2700 പ്രാവശ്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമം പരിശോധിച്ചാൽ ഇപ്രകാരമാണ് ഇബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്: ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തു മുഖാന്തരം അഥവാ നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഈ പുതിയ നിയമം യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൽ തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ദൈവഗ്രന്ഥമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിനെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ദൈവം സംസാരിച്ചത്? ദൈവം എന്ത് സംസാരിച്ചു എന്ന് ചോദിച്ചാൽ റോമാലേഖനം 1-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ പറയുന്നത്: ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം എന്നാണ്. അപ്പോൾ വിശുദ്ധ രേഖ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് തർസോസുകാരൻ ശൗൽ പിൻകാലത്ത് ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? തന്റെ പുത്രനെ കുറിച്ചാണ് സംസാരിച്ചത്. എന്ത് സംസാരിച്ചു? സുവിശേഷമാണ്, വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ് ദൈവം സംസാരിച്ചത്. അതിന്റെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരന്മാരെ, സുവിശേഷം എന്ന് പറഞ്ഞാൽ സവിശേഷമായ വിശേഷമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ദൈവം സംസാരിച്ചത്? ദൈവം തന്റെ പുത്രനെ കുറിച്ച് സംസാരിച്ചു. എന്താണ് പുത്രനെ കുറിച്ച് സംസാരിച്ചത്? ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? ഈ പ്രപഞ്ചത്തിൽ ചരാചരങ്ങൾ എങ്ങനെയുണ്ടായി? ഇവിടെ എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്? ഈ മനുഷ്യനെങ്ങനെ കുടുംബമായി? കുടുംബങ്ങൾ എങ്ങനെ ഗോത്രങ്ങളായി? എങ്ങനെയാണ് ഭാഷകൾ ഉണ്ടായത്? എങ്ങനെ ഭാഷാഭേദങ്ങൾ ഉണ്ടായി? ഇവിടെ എങ്ങനെ രാജ്യങ്ങൾ ഉണ്ടായി? ഇവിടെ എങ്ങനെ സാമ്രാജ്യങ്ങൾ ഉണ്ടായി? ഇവിടെ എങ്ങനെ ജനാധിപത്യം ഉണ്ടായി? ഇനി ഇതൊരു ഏകാധിപത്യത്തിലേക്ക് പോകുമോ? ഈ യുഗത്തിന്റെ, ഈ കാലഘട്ടത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും? ഇത്യാദി വ്യക്തി സംഭവത്തെക്കുറിച്ച് അഥവാ നിത്യത മുതൽ നിത്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് അഥവാ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദമായപ്പോൾ അതുകൊണ്ടാണ് ഇപ്രകാരം ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു: പുസ്തകച്ചുരുള് എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം കർത്താവായ യേശുക്രിസ്തു എന്ന ഏക വ്യക്തി പ്രഭാവത്തെയാണ് പ്രിയരെ. അതുകൊണ്ടാണ് ഈ 66 ഗ്രന്ഥ സമുച്ചയമായി ബൈബിൾ നിങ്ങൾ പരിശോധിച്ചാൽ ഈ 66 ഗ്രന്ഥത്തിലും യേശുക്രിസ്തു എന്ന വ്യക്തിയാണ് ഒഴുകി മുന്നേറുന്നത്. സംശയമുള്ളവർക്ക് പരിശോധിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തുവാണ്. പുറപ്പാട് പുസ്തകത്തിൽ പെസഹ കുഞ്ഞാട് യേശുക്രിസ്തുവാണ്. ലേവ്യ പുസ്തകത്തിൽ പാപപരിഹാരയാൻ ക്രിസ്തുവാണ്. സംഖ്യാ പുസ്തകത്തിൽ അടിക്കപ്പെട്ട പാറ ക്രിസ്തുവാണ്. ആവർത്തന പുസ്തകത്തിൽ മോശയെ പോലെ പ്രവാചകൻ യേശുക്രിസ്തുവാണ്. യോശുവയുടെ പുസ്തകത്തിൽ ദൈവത്തിന്റെ സൈന്യാധിപനായ ക്രിസ്തുവാണ്. റൂത്തിന്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പാനായ ബന്ധു യേശുക്രിസ്തുവാണ്. രാജാക്കന്മാരെ 6 പുസ്തകങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ വാഗ്ദത്ത രാജാവ് കർത്താവായ യേശുക്രിസ്തുവാണ്. എസ്രായുടെ പുസ്തകത്തിൽ ആലയം പണിയുന്ന ക്രിസ്തു. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ രാജ്യത്തിന്റെ വീണ്ടെടുപ്പുകാരൻ ക്രിസ്തു. അതുപോലെ എസ്തേറിന്റെ പുസ്തകത്തിൽ മധ്യസ്ഥനായ ക്രിസ്തു. ഇയ്യോബിൽ രക്ഷകനായ ക്രിസ്തു. സങ്കീർത്തനങ്ങളിൽ സർവ്വവല്ലഭനായ ക്രിസ്തു. സദർശവാക്യം നമ്മുടെ മാതൃകയായ ക്രിസ്തു. ഉത്തമഗീതത്തിൽ നമ്മുടെ സംതൃപ്തിയായ ക്രിസ്തു. പ്രവചന 17 പുസ്തകങ്ങൾ പരിശോധിച്ചാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവായ ക്രിസ്തു. 4 സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ മശിക മഹാരാജാവായ ക്രിസ്തു. മർക്കോസിന്റെ സുവിശേഷം പരിശോധിച്ചാൽ അഥവാ ദൈവത്തിന്റെ ദാസനായ ക്രിസ്തു. ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ മനുഷ്യപുത്രനായ ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തു. അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉയർത്തെഴുന്നേറ്റ മശിഹായ ക്രിസ്തു. അതുപോലെ ഇടയലേഖനങ്ങൾ 21 വായിച്ചാൽ നല്ല ഇടയനായ ക്രിസ്തു. വെളിപ്പാട് പുസ്തകവും പരിശോധിച്ചാൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പുസ്തകച്ചുരുളിൽ എഴുതിയിരിക്കുന്ന പോലെ ഭൂമിയിൽ ജനിച്ച് അതുപോലെ ജീവിച്ച്
അതുപോലെ പ്രവർത്തിച്ച് അങ്ങനെ തന്നെ സംസാരിച്ച് അഥവാ എഴുതിയിരിക്കുന്ന പോലെ ജനിച്ച് എഴുതിയിരിക്കുന്ന പോലെ പ്രവർത്തിച്ച് എഴുതിയിരിക്കുന്ന പോലെ അഥവാ സംസാരിച്ച് എഴുതിയിരിക്കുന്ന പോലെ മരിച്ച് എഴുതിയിരിക്കുന്ന പോലെ അടക്കപ്പെട്ട് എഴുതിയിരിക്കുന്ന പോലെ അഥവാ ഉയർത്തെഴുന്നേറ്റ് എഴുതിയിരിക്കുന്ന പോലെ സ്വർഗാരോഹണം ചെയ്ത് എഴുതിയിരിക്കുന്ന പോലെ സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരാൻ പോകുന്ന ഒരേ ഒരുവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ ഗ്രന്ഥത്തിലാണ് എന്താണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഈ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, യേശുക്രിസ്തു ഒരു പുതിയ മതം ഉരുവാക്കുവാനാണോ ഈ ഭൂമിയിലേക്ക് വന്നത്? അതുകൊണ്ടാണ് മതം എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്നാണ് പ്രിയരെ. നിഘണ്ടുവിൽ നാം പരിശോധിച്ചാൽ അങ്ങനെ കേവലം ഒരു അഭിപ്രായമാണ് ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. മനുഷ്യൻ മണ്ണുകൊണ്ട് അവസാനിക്കുന്നവനായിരുന്നുവെങ്കിൽ കേവലം അഭിപ്രായങ്ങൾ കൊണ്ട് അവസാനിക്കുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വയലാർ ഇപ്രകാരം പാടിയത്: മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, യേശുക്രിസ്തു ഭൂമിയിൽ വരുമ്പോൾ നാം അറിയുന്നത് പോലെ തന്നെ അനവധി മതങ്ങൾ ഉണ്ടായിരുന്നു. അനവധി മതങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതീയ ചിന്താധാര പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ അഥവാ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഏകദേശം കന്യാകുമാരി മുതൽ അഥവാ ഹിമാലയം വരെ 2500 മൈൽ നീളവും, അതുപോലെ കിഴക്ക് ബർമ മുതൽ പടിഞ്ഞാറ് ബലൂചിസ്ഥാൻ വരെ 2000 മൈൽ വീതിയുമുള്ള ഈ ഭൂഭാഗം, ഈ ഭൂഭാഗത്ത് ആദ്യമായി കുടിയേറിയത് അസീറിയയിൽ നിന്ന് സാംഭവാൻ എന്ന നേതാവിന്റെ നേതൃത്വത്തിൽ കുടിയേറി വന്നവരാണ് ആദ്യ ദ്രാവിഡ ജനത. അതുകൊണ്ടാണ് വേദങ്ങളിൽ അസുരന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അസീറിയ എന്ന് വന്നുകൊണ്ടാണ് അസുരന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് BC 2000-നും 1000-നും ഇടയ്ക്ക് പത്തനാരാമ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അഥവാ പല ഭാഗങ്ങളായി അവിടുന്ന് പുറപ്പെടുകയും ഇറാനിൽ വന്നവര് അനവധി കാലം തങ്ങുകയും ചെയ്ത ആര്യന്മാർ അവിടുന്ന് പല സംഘങ്ങളായി പല രാജ്യങ്ങളിലേക്ക് കുടിയേറി. അത് ഒരു ഭാഗം നേരെ യൂറോപ്പിലേക്ക് പോയി, ഒരു ഭാഗം നേരെ റഷ്യയിലേക്ക് പോയി, ഒരു ഭാഗം നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറേ ചുരം വഴി ഇങ്ങോട്ട് കടന്നു വന്നു. അങ്ങനെ കടന്നു വരുമ്പോൾ ഇവിടുത്തെ അഥവാ സിന്ധു നാഗരികത എന്ന് പറയുന്നത് ഹാരപ്പ മോഹൻജി ദാരോ അഥവാ ഉൾഖനനം നടത്തിയപ്പോൾ അവിടുന്ന് കിട്ടിയിരിക്കുന്നത് ദ്രാവിഡർക്ക് നല്ലൊരു സംസ്കാരം ഉണ്ടായിരുന്നു. എന്നാൽ ആ ശ്വാരൂഢന്മാരും ആയുധപാണികളുമായി വന്ന ഇവിടത്തെ ആര്യന്മാർ അവർ ജാതി വേച്ചിമ ഉണ്ടാക്കി വിപ്ര, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പല വിഭാഗങ്ങളാക്കി തിരിച്ച് അനവധി ദൈവങ്ങളും ഉണ്ടായി. ഈ സംസ്കാരത്തിൽ നാം അറിയുന്നത് പോലെ സിന്ധു നാഗരികതയെ, ഈ ആര്യ ദ്രാവിഡ നാഗരികതയെ ആദ്യമായിട്ട് ഇറാനിയന്മാരാണ് പകലിക ഭാഷയിൽ സ എന്ന അക്ഷരം അവർക്കില്ല, ഖ എന്ന അക്ഷരമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തിന്റെ, സിന്ധു നദീതട സംസ്കാരത്തിന്റെ അഥവാ ആ പേരാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ നെഹ്റുജി ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന വാക്ക് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് വായിച്ചു നോക്കാം. അതുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം പിൻകാലത്താണ് ഒരു മതമായി രൂപപ്പെട്ടത്. അങ്ങനെ ഒരു മതം ഈ ഭൂമിയിൽ ഉള്ളപ്പോഴാണ്, അഥവാ ഒരു സംസ്കാരം ഉള്ളപ്പോഴാണ് ഭൂമിയിൽ യേശുക്രിസ്തു വന്നത്. അതിനുശേഷം ഉണ്ടായ മറ്റൊരു മതമാണല്ലോ സൗരാഷ്ട്രമതം. BC 700 കാലഘട്ടങ്ങളിൽ അഥവാ മിത്രമതത്തിന്റെ ജന്മഗ്രഹമായിരുന്ന അഥവാ പേർഷ്യൻ നാടുകളിൽ ഉണ്ടായൊരു മതമാണ് നാം അറിയുന്ന പോലെ സ്വരാഷ്ട്രമതം. സ്വരാഷ്ട്രമതം എന്ന് പറയുന്നത് ആ മതത്തിനും മതഗ്രന്ഥമുണ്ട്. സന്തവസ്ഥ എന്നാണ് വിളിക്കപ്പെടുന്നത്. സ്വരാഷ്ട്രാൽ വിരചിതമായിരിക്കുന്ന സന്തവസ്ഥയുള്ള ആ മതവും ഉണ്ടായിരുന്നപ്പോഴാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അതിനുശേഷം ഉണ്ടായ മറ്റൊരു മതമാണ് ബുദ്ധമതം. ബുദ്ധമതം എന്ന് പറഞ്ഞാൽ ബുദ്ധനും തന്റെ ശിഷ്യന്മാരും, അങ്ങനെ ബുദ്ധ ഉപദേശങ്ങളെ ശിഷ്യന്മാർ രേഖകളാക്കി വെക്കുകയും അങ്ങനെ ത്രിപിടകം എന്ന പുസ്തകവും ഒരു ബുദ്ധമതവും ഉള്ളപ്പോഴാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. പിന്നീട് ഇവിടെ ഉണ്ടായ മതമാണല്ലോ ജൈനമതം. ജൈനമതത്തെ കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ജൈനമതം 84ഓളം ചെറു ഗ്രന്ഥങ്ങളുണ്ട്. ഋഷഭദേവൻ എന്ന പ്രത്യേക ഒരു മഹർഷിയാൽ സ്ഥാപിതമായതും എന്നാൽ വർത്തമാന മഹാവീരനാൽ പ്രചാരത കൊടുത്തതുമായ മതം. ആ മതവും അഥവാ ഇവിടെ പല യോഗവിദ്യകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മതം മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഭാരതത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അതിനുശേഷം നാം അറിയുന്ന പോലെ ഉണ്ടായ അഥവാ ക്രിസ്തുവിന് ശേഷം ഉണ്ടായ ഒരു മതമാണല്ലോ ക്രിസ്തുമതം. ക്രിസ്തുമതം എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതം ആര് സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, യേശുക്രിസ്തു ഒരു മതം സ്ഥാപിച്ചതായി ചരിത്രരേഖകളിൽ ഒന്നും കാണുവാൻ കഴിയുകയില്ല, ബൈബിളിലും കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് ക്രിസ്തു മതം ഉണ്ടായെന്ന് ചോദിച്ചാൽ AD 313 അന്നത്തെ അഥവാ ചരിത്രത്തിൽ കുസ്തന്തീനോസ് ചക്രവർത്തി അഥവാ മതപരിവർത്തനം ചെയ്തു.
അങ്ങനെ മതപരിവർത്തനം ചെയ്തപ്പോൾ അദ്ദേഹം അന്നത്തെ റോമൻ ആചാരങ്ങളും പാഗൺ മതത്തിന്റെ ചിന്താധാരകളും സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് വരികയും അങ്ങനെ ക്രിസ്തു മതത്തെ മിലാൻ വിളംബരം, ആ മിലാൻ വിളംബരം AD 313 നടന്നത്. അങ്ങനെ ക്രിസ്തു മതത്തിൽ അതുവരെ ക്രിസ്തീയ മാർഗത്തെ മതമായി പ്രഖ്യാപിക്കുകയും അങ്ങനെ സാമ്രാജ്യത്തെ മതമായി ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മതമായി തീർന്നിരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ യേശുക്രിസ്തു ഒരു മതസ്ഥാപകനായിരുന്നു. യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? യേശുക്രിസ്തു എന്തിനു ഭൂമിയിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അതുകൊണ്ടാണ് മതത്തെ സ്ഥാപിക്കുവാനാണോ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്? താൻ ജനിച്ചത് യഹൂദാ മതത്തിലാണ്. മതങ്ങളുടെ മാതാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന യഹൂദാ മതം, അവർക്കാണ് സ്വർഗത്തിലെ ദൈവത്തിന് ആദ്യമായി പണിവഴിക്കപ്പെട്ട ജെറുസലേം ദൈവാലയം. ജ്ഞാനിയായി സോളമൻ രാജാവിനാൽ 7 വർഷം കൊണ്ട് അതിമനോഹരമായി പണിതിരുന്ന ഒരു ദേവാലയം ഉണ്ടായിരുന്നു. ആ ദേവാലയത്തിൽ മഹാപുരോഹിതനായിരിക്കുന്ന കയ്യാഫാസ് എന്ന മഹാപുരോഹിതനുണ്ടായിരുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല പ്രിയരെ. എഴുതി കിട്ടിയ 613 ധാർമ്മിക പ്രമാണങ്ങളും 10 ആത്മീയ പ്രമാണങ്ങളുമുള്ള അടിസ്ഥാനമുള്ള ഒരു മതമായിരുന്നു. അവിടെ യാഗവും ബലിയും വഴിപാടും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തു വന്നത്. അങ്ങനെ മനുഷ്യാവതാരം ചെയ്തു വന്ന കർത്താവായ യേശുക്രിസ്തു, അല്ലയോ ക്രിസ്തു, അങ്ങ് എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ അതിന് ബൈബിൾ മറുപടി പറയുന്ന ഇപ്രകാരമാണ്: ദൈവത്തെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ, ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം എന്നോണം യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്ന അഥവാ പീലിപ്പോസ് ഒരിക്കൽ ചോദിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഗുരു, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം, അർത്ഥാൽ ദൈവത്തെ കാണിച്ചു തരണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എല്ലാവർക്കും ഒരുവനല്ലോ പിതാവ്, ആ പിതാവായ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും പിതാവായിരിക്കുന്ന ദൈവം എല്ലാവർക്കും പിതാവായിരിക്കൊണ്ട് ഞങ്ങൾക്ക് ആ ദൈവത്തെ ഒന്ന് കാണണം. അപ്പോൾ യേശുക്രിസ്തു പ്രതിവചിച്ചു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നായിരിക്കുന്നു, അർത്ഥാൽ എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യഹൂദൻ ഒരിക്കലും ഒരു വിഗ്രഹത്തെ ആരാധിക്കുകയില്ല, ഒരു മനുഷ്യനെ ദൈവമായി അംഗീകരിക്കുകയില്ല. അഥവാ ആ മനുഷ്യനെ ദൈവമായി അംഗീകരിക്കാത്ത തർസോസുകാരൻ ശൗൽ 1-ാം നൂറ്റാണ്ടിൽ അഥവാ യഹൂദ മതത്തിന്റെ തകർച്ച, ക്രൈസ്തവ മാർഗത്തിന്റെ വളർച്ച ഇത് കണ്ട് തർസോസുകാരൻ ശൗലൊരു വിളർച്ച, അവൻ നേരെ അഥവാ അന്നത്തെ ജെറുസലേം ദൈവാലയത്തിന് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് അധികാരപത്രം വാങ്ങി ജെറുസലേമിലുള്ള എല്ലാ ക്രൈസ്തവരെയും അഥവാ ബന്ധസ്ഥരാക്കി ചിലരെയെല്ലാം കൊന്നു മുടിച്ചുകൊണ്ട് നമ്മുടെ സ്തേഫാനോസിനെ നാം അറിയുന്ന പോലെ കല്ലെറിഞ്ഞ് കൽക്കൂമ്പാരമാക്കി ഇങ്ങനെ ക്രൈസ്തവരെ അരിങ്കൊല ചെയ്തുകൊണ്ട് അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് 240 കിലോമീറ്ററുകൾക്കപ്പുറത്ത് ക്രിസ്തു ശിഷ്യന്മാരുണ്ട്, അവിടെ ക്രിസ്ത്യാനികളുണ്ടെന്ന് അറിയുകയും അദ്ദേഹം അശ്വാരൂഢനായി ആയുധപാണിയായി അഥവാ മഹാപുരോഹിതന്റെ അധികാരപത്രവും അരികിൽ തിരികൊണ്ട് ഇതാ ദമസ്കോസിലേക്ക് പുറപ്പെട്ടു. ദമസ്കോസിലെ പടിവാതിക്കലെത്തിയപ്പോൾ ഇതാ സൂര്യന് വരുന്ന വലിയൊരു വട്ടം അവന്റെ മുഖത്തടിക്കുകയും അവൻ ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? അപ്പോൾ ഉത്തരം യേശുക്രിസ്തു പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാകുന്നു. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വരൂപം, ക്രിസ്തു യഥാർത്ഥത്തിൽ ആരെന്ന് മനസ്സിലാക്കിയ, നസ്രേത്തുകാരൻ യേശു എന്ന് മനസ്സിലാക്കിയ യഥാർത്ഥ കടുകട്ടി യഹൂദനായിരിക്കുന്ന 8-ാം നാളിൽ പരിശോധനയേറ്റ പരീക്ഷ പണ്ഡിതനായിരിക്കുന്ന ബെന്യാമിൻ ഗോത്രജ്ഞനായിരിക്കുന്ന ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് അഥവാ വിദ്യ അഭ്യസിച്ച ജന്മനാൽ റോമൻ പൗരത്വമുള്ള അത്ര ശ്രേഷ്ഠനായിരിക്കുന്ന തർസോസുകാരൻ ശൗൽ യഹോവ എന്ന ഏകദൈവത്തിന് വേണ്ടി തീവ്രവാദം ചെയ്തിരുന്ന, ഒരു വിഗ്രഹത്തെ ആരാധിക്കാത്ത, ഒരു മനുഷ്യനെ ദൈവമെന്ന് വിളിക്കാത്ത ആ ശൗലാണ് പിൻകാലത്ത് എഴുതി വെച്ചു കൊലേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ സർവസമ്പൂർണ്ണ ദേഹരൂപമായി വസിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, യേശുക്രിസ്തു എന്തിനു ഭൂമിയിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ കാലങ്ങൾ കൊണ്ട് മാനവരാശി ഒന്നടങ്കം തേടുന്ന സാക്ഷാൽ ഈശ്വരൻ ലോകത്തിന് വെളിപ്പെടുത്തുവാനാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് യേശുക്രിസ്തുവിനാണ്. എങ്ങനെയാണ് അത് അറിയുവാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് ദൈവമായിരുന്നാൽ
തിമോഥെയോസ് 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ 15-ാം വാക്യം പറയുന്നത്, ദൈവം ദൈവമായിരുന്നാൽ അവൻ ധന്യനായ ഏകാധിപതിയായിരിക്കണം, ആരംഭവും അവസാനവും ഇല്ലാത്തവനായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരമാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നത്, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ യോഹന്നാൻ എഴുതി വെച്ചു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം മുഖാന്തരം സർവവും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ സത്യ വെളിച്ചം ലോകത്തേക്ക് വന്നുകൊണ്ടിരുന്നു, ആ വെളിച്ചം ഇരുട്ടോ അതിനെ പിടിച്ചടക്കിയില്ല, ആ വചനം ശരീരമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഭൂമിയിലേക്ക് അവതരിച്ചു വന്നു. കർത്താവായ യേശുക്രിസ്തു വചനം ശരീരമായി ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് ജന്മപാപമില്ലാതെ ഭൂമിയിൽ ജീവിച്ച ഒരേ ഒരുവൻ. അതുകൊണ്ടാണ് ദൈവം ധന്യനായ ഏകാധിപതിയായിരിക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു അഥവാ ലോകത്തിന്റെ നാഭി എന്നറിയപ്പെടുന്ന പാലസ്തീൻ നിന്നുകൊണ്ട് പറഞ്ഞത്, എന്റെ ജീവനെ കൊടുപ്പാനും തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ടെന്നാണ് പറഞ്ഞത്. ജീവനെ കൊടുപ്പാൻ, തിരികെ പ്രാപിപ്പാൻ. അതുകൊണ്ടാണ് ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവുമായിരിക്കണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്നേഹിതന്മാരെ, എത്രയോ സാമ്രാജ്യങ്ങളും സാമ്രാട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അസീറിയൻ സാമ്രാജ്യം, അസീർ വാനിപ്പോലിനെ പോലെയുള്ള പ്രഗത്ഭന്മാരായ വ്യക്തികൾ ഭരിച്ചിരുന്ന ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായ മറ്റൊരു സാമ്രാജ്യമാണല്ലോ അത് ബാബിലോണിയൻ സാമ്രാജ്യം. നെബൂഖദ്നേസറിനെ പോലെ രാജാക്കന്മാർ അതും ഭരിച്ചിരുന്നു. അതിനുശേഷം ഇവിടെ ഉണ്ടായ മറ്റൊരു സാമ്രാജ്യമാണ് പേർഷ്യൻ സാമ്രാജ്യം. പേർഷ്യൻ സാമ്രാജ്യത്തിലും അനവധി ചക്രവർത്തിമാരും രാജാക്കന്മാരും ഭരിച്ചിരുന്നു. അതിനുശേഷം ഉണ്ടായതാണ് ദിഗ്വിജയായ അഥവാ അലക്സാണ്ടർ ചക്രവർത്തി. ആ ചക്രവർത്തിയും ജനിച്ച് ജീവിച്ച് പട്ടാഭിഷേകം കഴിഞ്ഞാണ് രാജാവായി തീർന്നത്. ലോകത്തെ കിടുകിടാവർപ്പിച്ച് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് വേണ്ട ലോകത്ത് അനവധി സാർ ചക്രവർത്തിമാരുണ്ടായില്ലേ. നാം അറിയുന്ന പോലെ അനേക അഥവാ ഫറവോ ചക്രവർത്തിമാരുണ്ടായി. പക്ഷെ ഇവരാരും ജനിച്ചപ്പോൾ രാജാവായി ജനിച്ചില്ല. എന്നാൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ നോക്കുക. യേശുക്രിസ്തു ജനിച്ച് ഇതാ കിഴക്കിന്റെ വിദ്വാൻമാർ അന്വേഷിച്ചെത്തുകയാണ്. എവിടെയാണ് യഹൂദന്മാർ രാജാവായി പറഞ്ഞവൻ? എവിടെ? ചോദിച്ചത് മറ്റൊരു സ്ഥലത്ത് ചെന്നല്ല. യഹൂദന്മാർ രാജാവെന്ന് അറിയപ്പെടുന്ന അഥവാ യഹൂദ്യയിലെ രാജാവായിരിക്കുന്ന ഹെറോദാസിന്റെ അടുക്കൽ ചെന്നിട്ടാണ് ചോദിക്കുന്നത്, യഹൂദന്മാർ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവന്റെ അത്ഭുത നക്ഷത്രം വാനമേങ്ങളിൽ കണ്ടുവല്ലോ. അവർ വന്നു യേശുക്രിസ്തു എന്ന ശിശുവെ കണ്ട് പൊന്ന് മൂര് കുന്തിരിക്കം കാഴ്ചവെച്ചില്ലേ പ്രിയരെ? ഇതാണ് ജനിച്ചപ്പോൾ രാജാവായി ജനിച്ച ഒരേ ഒരു വ്യക്തി ഇന്നോളം പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ പ്രവർത്തന കാലഘട്ടം പരിശോധിച്ചാൽ അവന്റെ രാജ്യത്വത്തിന് കീഴ്പ്പെടാതെ ഏതൊരു മേഖലയുണ്ട് പ്രിയരെ? കാറ്റും കടലും അലറി വന്നപ്പോൾ അമൃക എന്ന അൽപാക്ഷങ്ങൾ അടക്കി നിർത്തിയ രാജ്യത്വമുള്ളവനാണവൻ. അവനെ സംബന്ധിച്ചിടത്തോളം ഇതാ ചോദ്യം ചെയ്യുകയാണ് പീലാത്തോസ് എന്ന ഗവർണർ അഥവാ തിബിരിയാസ് കൈസറിന്റെ പ്രതിനിധിയായിരിക്കുന്ന ഗവർണർ പീലാത്തോസ് ചോദിച്ചു, നീ രാജാവ് തന്നെയോ? യേശുക്രിസ്തുവിന്റെ ഉത്തരം, ഞാൻ രാജാവ് തന്നെ. എന്റെ രാജ്യം ഐകികമല്ല, കേവലം കടലും മലയും കൊണ്ട് അതിർത്തിയിരിക്കുന്ന ഒരു ഭൂഭാഗത്തിന്റെ രാജാവല്ല ഞാൻ സർവത്തിന്റെയും രാജാവാണ്. അതുകൊണ്ടാണ് യിരെമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവുമാകുന്നു. ശാശ്വത രാജാവായിരുന്നവൻ ശിശുവായി ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ രാജാവ്, ഇപ്പോൾ ജീവിതത്തിൽ താൻ രാജാവ്. മരണത്തിലും അഥവാ മരണത്തിനും രാജാവായിരുന്നു പ്രിയരെ. എങ്ങനെ അറിയാം? അവന്റെ ക്രൂശിലേക്ക് നോക്കണം. എത്രയോ മഹാരഥന്മാർ, മസ്തിഷ്കമല്ലന്മാർ, മതഗുരുക്കന്മാർ ജനിച്ച് ജീവിച്ച് മരിച്ച ലോകത്ത് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ മാത്രം എഴുതി വെച്ചു, ആ നസ്രേത്തുകാരനായ യേശു യഹൂദന്മാർ രാജാവ്. എഴുതി വെച്ചത് ദൈവം മോശയോട് സംസാരിച്ച ഭാഷ എബ്രായ ഭാഷ പോരാം, അവിടെ കൊണ്ട് അവസാനിച്ചില്ല. എഴുതി വെച്ചു ഗ്രീക്ക് ഭാഷ, സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, പൈതഗോറസ് തുടങ്ങിയ തത്വജ്ഞാനികളുടെ ഭാഷയിൽ എഴുതി വെച്ചു നസ്രേത്തുകാരനായ യേശു യഹൂദന്മാർ രാജാവ്. അവിടെ കൊണ്ടും അവസാനിച്ചില്ല. റോമൻ വലേറിയൻ നിയമം രേഖപ്പെടുത്തിയിരിക്കുന്ന ലാറ്റിൻ ഭാഷയിൽ എഴുതി വെച്ചു നസ്രേത്തുകാരനായ യേശു യഹൂദന്മാർ രാജാവ്. ഇന്ത്യൻ ഭരണഘടനയെ പോലും സ്വാധീനിച്ചിട്ടുള്ള നിയമങ്ങളുള്ള റോമൻ വലേറിയൻ നിയമവും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഷയിലാണ് പ്രിയരെ. അങ്ങനെ ത്രിഭാഷകളിലൂടെ എഴുതി വെച്ചു. അങ്ങനെ ജനിച്ചപ്പോൾ രാജാവ്, ജീവിച്ചപ്പോൾ രാജാവ്, മരിച്ചപ്പോൾ രാജാവ്, മരിച്ചുയർത്തെഴുന്നേറ്റ രാജാവ്, മടങ്ങി വരാൻ പോകുന്ന രാജാതിരാജാവ്. ഇവനാണ് ദൈവം. അതുകൊണ്ടാണ് ദൈവമായിരുന്നാൽ അവൻ
ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും അവൻ കർത്താതി കർത്താവുമായിരിക്കണം. പ്രപഞ്ചമെന്ന മഹാസൗധം പടുത്തുയർത്തിയ പെരുന്തച്ഛനായിരിക്കുന്ന ഈശ്വരന് മാത്രമേ ദൈവം അവകാശപ്പെടാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തോടുകൂടെ ദൈവമായിരുന്നവൻ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ സർവാരാധ്യനായ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നപ്പോൾ ഇതാ ഗബ്രിയേൽ ദൂതൻ അഥവാ ആട്ടിടയന്മാർക്ക് പരിചയപ്പെടുത്തുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. ഈ ജനിച്ച ശിശുവുണ്ടല്ലോ, അഥവാ ചോരയുടെ മണം മാറാത്ത, ദിവസങ്ങളാകാത്ത, മാസങ്ങളാകാത്ത ഈ ശിശുവുണ്ടല്ലോ, ഈ ശിശു ആരാണ് നിങ്ങൾക്കറിയാമോ? ഇവനാണ് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. കർത്താവ് എന്ന പദം അഥവാ മലയാളത്തിലേക്ക് ഉരുത്തിരിച്ചിരിക്കുന്നത് നാം അറിയുന്ന ഗ്രീക്കിൽ നിന്നാണ് പ്രിയരെ. ഗ്രീക്കിൽ അതിന് കൊടുത്തിരിക്കുന്ന കൂറിയോസ് എന്ന പദമാണ്. കൂറിയോസ് എന്ന പദം അഥവാ എബ്രായ ഭാഷയിൽ യഹോവ എന്ന നാമം അത്യന്തം പവിത്രമാകൊണ്ട് യഹൂദന്മാർ ഉപയോഗിച്ചത് അഡോണായ് എന്ന പദമാണ്. കാരണം യഹോവ എന്ന നാമം അത്യന്തം പവിത്രമാകൊണ്ട് അത് അസ്ഥാനത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് യഹൂദന്മാർ ഭയഭക്തിയോട് ഉപയോഗിച്ചത് അഡോണായ്. അഡോണായ് എന്ന എബ്രായ പദം ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ കൂറിയോസ് എന്നായി. കൂറിയോസ് എന്ന പദം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ കർത്താവ് എന്നായി. സംശയമുള്ളവർക്ക് അഥവാ 110-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, എന്റെ കർത്താവിനോട്, അല്ലെങ്കിൽ യഹോവയായ ദൈവം എന്റെ കർത്താവിനോട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ജനിച്ചു വീണ പ്രപഞ്ച സൃഷ്ടികർത്താവായിരിക്കുന്ന ശിശു, ആ ശിശുവിനെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത് ഇവൻ കർത്താവാണ്. അവന്റെ ജീവിതകാലം പരിശോധിച്ചാൽ നമുക്കറിയാം, ഇതാ ആ ലോകത്ത് മരണം കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ 12 വയസ്സ് മാത്രം പ്രായമുള്ള യായിറോസിന്റെ മകൾ അവൾ മരിച്ചുപോയി. ആ ബാലികയുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ദുഃഖാർദ്ധമായ കുടുംബത്തിൽ അഥവാ ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് കർത്താവായ യേശു ക്രിസ്തു ആ ബാലികയുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു കൊണ്ട് പറഞ്ഞു, ബാലികയെ എഴുന്നേൽക്ക. ജീവനെ കൊടുത്ത് ബാലികയെ എഴുന്നേൽപ്പിച്ചില്ലേ പ്രിയരെ? അവിടെ കൊണ്ട് തീർന്നില്ല. ഒരു ചെറുപ്പക്കാരൻ മരിച്ചുപോയി. ഒരു വിധവയുടെ മകനാണ്. വിധവയ്ക്ക് മറ്റു മക്കളില്ല. അപ്പൊ തീരാ ദുഃഖത്തിനായി അവസാനം ആശ നശിച്ച് നിരാശയിൽ നിബന്ധിച്ച് ഇതാ ശവമഞ്ചുമായി തെരുവിലൂടെ പോകുമ്പോൾ ആർദ്രനായ കർത്താവായ യേശു ക്രിസ്തു അതുവഴി നടന്നു വന്നു. ആ വിധവയുടെ കണ്ണുനീരും അവളുടെ വേദനയും കണ്ട് യേശു ക്രിസ്തുവിന് മനസ്സറിഞ്ഞ് ആ ശവമഞ്ചത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചെറുപ്പക്കാരായി എഴുന്നേൽക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതരെ, യേശു ക്രിസ്തു കൽപ്പിച്ച നിമിഷം അവൻ ആ ശവമഞ്ചത്തിൽ എഴുന്നേറ്റ് സംസാരിച്ചില്ലേ? ഇതുപോലെ മറ്റൊരുത്തിന് ആരുണ്ട് പ്രിയരെ? അതുകൊണ്ടാണ് ലാസർ എന്നവൻ മരിച്ചുപോയി, അടക്കപ്പെട്ട് 4 ദിവസമായി നാറ്റം വെച്ചു. എന്നാൽ യേശു ക്രിസ്തു കല്ലറയ്ക്കൽ ചെന്ന് വിളിച്ചു, ലാസർ പുറത്തു വരിക. ആ നിമിഷം പുറത്തേക്ക് വന്നില്ലേ പ്രിയരെ? യേശു ക്രിസ്തുവാണ് പറഞ്ഞത്, എന്റെ ജീവനെ കൊടുപ്പാൻ, തിരികെ പ്രാപിപ്പാൻ എനിക്ക് അധികാരമുണ്ട്. ഞാൻ ജെറുസലേമിലേക്ക് പോകും. നിങ്ങൾ മൂപ്പന്മാരെന്നെ പിടിക്കും, അവർ എന്നെ തല്ലും, അവർ എന്നെ ക്രൂശിച്ച് കൊല്ലും. ഞാനോ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങൾ എന്നെ കൊല്ലൂ, ഞാൻ ഉയർക്കാം എന്ന് പറഞ്ഞവൻ അവനാണ് ജീവന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ കഴിയുന്നവൻ. അവനാണ് പ്രകൃതി കാറ്റും കടലും അലറി വന്നപ്പോൾ അമൃകായ നൽപാക്ഷരം കൊണ്ട് ആഴിയെയും ഊഴിയെയും അടക്കി നിർത്തിയവൻ. അവനാണ് കാലത്തെ നിർമ്മിച്ച കർത്താവ്. അതുകൊണ്ടാണ് കാലാതീതൻ കാലത്തിലേക്ക് ഇറങ്ങി വന്ന് അഥവാ കാനാവിലെ കല്യാണ വീടിന്റെ കൽപാത്രം നടുവിൽ നിന്നുകൊണ്ട് അവൻ കൽപ്പിച്ചു, കോരി നിറപ്പീൻ, കോരി കുടിപ്പീൻ. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയവൻ, ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന അനശ്വര ഈശ്വര വൃക്ഷ വിശേഷമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ദൈവമായിരുന്നാൽ അവൻ ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും. അതുപോലെ അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനായിരിക്കണം. അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്ന അത്യന്ത ശക്തിയാണ് ദൈവം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു താനും തന്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് മറുരൂപമലയിലേക്ക് പോയി. അവിടെ അഥവാ താൻ രൂപാന്തരപ്പെട്ടപ്പോൾ തന്നോട് കൂടെ ഉറങ്ങിയ പത്രോസും യാക്കോബും യോഹന്നാനും അവന്റെ വിശ്വരൂപത്തിനു മേൽ അവർ മോഹാത്സ്യപ്പെട്ടു വീടില്ലേ പ്രിയരെ? അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, തന്റെ മാറോട് ചാരിയ യോഹന്നാൻ പത്മോസിൽ വെച്ച് യേശു ക്രിസ്തുവിന്റെ ദർശനം ലഭിച്ചപ്പോൾ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി തലയിന്ദ്രൻ ഹിമം പോലെ വെളുത്ത് കണ്ണാഗ്നി ജ്വാലയ്ക്കൊത്ത് മുഖം സൂര്യൻ ശക്തിയോടെ ജ്വലിക്കുന്ന പോലെ മുഖം, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്, അവന്റെ കൈയും കാലും ഉലയിച്ചിട്ടുള്ള വെള്ളോടിന് സദൃശ്യം. ഇത്ര തേജോമയനായ കർത്താവിനെ കണ്ടപ്പോൾ അവൻ മരിച്ചവനെ പോലെ വീണുപോയില്ലേ? അടുത്തുകൂടാത്ത പ്രകാശം വസിക്കുന്ന അത്യന്ത ശക്തിയായിരിക്കണം ദൈവം. അതുകൊണ്ടാണ് ദൈവമായിരുന്നാൽ അവനെ സംബന്ധിച്ച
സംബന്ധിച്ചിടത്തോളം അവൻ പ്രത്യക്ഷത കൊടുക്കുന്നവനായിരിക്കണം. ഇന്നോളം ലോകത്ത് ദൈവം മനുഷ്യർക്ക് കാണാവുന്ന രീതിയിൽ ശരീരമെടുത്ത് ഭൂമിയിലേക്ക് ഒന്ന് പ്രത്യക്ഷത കൊടുത്ത ഒരേ ഒരുവനാണ് കർത്താവായ യേശുക്രിസ്തു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. മാനവരാശിയുടെ പാപത്തിന് വേണ്ടി മരക്കുരിശിൽ മരിച്ച് മണ്ണിലടക്കപ്പെട്ട് മഹത്വം കൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് ആ പ്രത്യക്ഷ അഥവാ തന്റെ പുനരുദ്ധാന പുത്തൻ ശരീരത്തിൽ അവൻ പ്രത്യക്ഷത കൊടുത്തില്ലേ പ്രിയരെ? അവിടെ കൊണ്ട് തീർന്നില്ല. അവർ നോക്കി നിൽക്കാതെ അവൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ക്രിസ്തു, ആ ക്രിസ്തു ഇതാ തർസോസുകാരൻ ശൗലിന് പ്രത്യക്ഷത കൊടുത്തില്ലേ? സ്തെഫാനോസിനെ കല്ലെറിയുന്ന സമയം അവൻ സ്വർഗത്തിൽ എഴുന്നേറ്റ് നിന്ന് അവർക്ക് പ്രത്യക്ഷത കൊടുത്തില്ലേ? പോരാ, ഒരു 60 വർഷം കഴിഞ്ഞപ്പോൾ ഇതാ പത്മോസിൽ അകപ്പെട്ടിരിക്കുന്ന യോഹന്നാന് അവൻ പ്രത്യക്ഷത കൊടുത്തില്ലേ? അതുകൊണ്ടാണ് ഇന്നും 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവന് നടുവിൽ ഞാനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രപഞ്ചദ്രഷ്ടാവായ ദൈവം, ബൈബിൾ വെളിപ്പെടുത്തിയ ദൈവം സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, നിത്യനാണ്, പരിശുദ്ധനാണ്, സർവശക്തനാണ്. ഈ സർവശക്തനും സർവ്വവ്യാപിയും സർവത്തിന്റെയും സൃഷ്ടാവും സർവത്തിന്റെയും കാരണഭൂതനായ അല്ലയോ ക്രിസ്തു, അങ്ങെന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? ദൈവം ദൈവമായിരുന്നാൽ അവൻ അമർത്യനായിരിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഇന്ന് ഇവിടെ കാണുന്ന മതങ്ങൾ സൃഷ്ടിച്ച് ദൈവങ്ങൾക്കൊല്ലും ഈ പറയുന്ന എന്തെങ്കിലും ഗുണലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് അവകാശപ്പെടുവാൻ കഴിയുമോ? അതുകൊണ്ടാണ് എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു, ആ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ അമർത്യനായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു മരിച്ചില്ലേ? അങ്ങനെ ദൈവം മരിക്കുമോ? പലപ്പോഴും ഇസ്ലാം സഹോദരന്മാരെ ഞങ്ങൾ ചോദിക്കാറുണ്ട്. കാരണം യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് മരിച്ചുവെന്നാണ് നിങ്ങൾ ബൈബിൾ പറയുന്നത്. എന്നാൽ ഞങ്ങളുടെ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് 114 സൂറത്ത് വിരുദ്ധമായി ഖുറാനിൽ 6666 വാക്യങ്ങൾ ഖുറാനിൽ 4 സൂറത്ത് 157-58 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ യഹൂദന്മാർ ഈസായെ ക്രൂശിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ അള്ളാഹു സ്വർഗത്തിലേക്ക് എടുത്തു. അഥവാ ആ ഈസായെ ക്രൂശിക്കാൻ കഴിഞ്ഞില്ല. അതിനു പകരം യൂദാസിനെ ക്രൂശിച്ചു, മറ്റൊരുത്തനെ ക്രിസ്തുവിനെ പോലെ തോന്നിക്കുന്നവനെ ക്രൂശിച്ചു എന്നാണ് അവിടെ തന്നെ പണ്ഡിതവരന്മാരായിരിക്കുന്നവർ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചുവോ? എന്തുകൊണ്ടാണ് അവർ ഈ ചിന്താധാര വ്യത്യാസം വരാൻ കാരണം എന്ന് ചോദിച്ചാൽ, മുഹമ്മദ് നബി തന്നെ അതുപോലെ ഹദീസുകളിൽ സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞിരിക്കുന്നത്, ഇബ്ലീസിനാൽ കൊത്തപ്പെടാത്ത ഏക നബിയാണ് ഈസ. 1,25,000 നബിമാരുണ്ട് ഒരു ഇസ്ലാമിന്. അത് 25 പ്രധാനപ്പെട്ട നബിമാരുള്ളതിൽ ഇന്നോളം ഇബ്ലീസിനാൽ കൊത്തപ്പെടാത്ത ഏക നബി ഈസ മാത്രം എന്ന് പറഞ്ഞ മുഹമ്മദ് നബി പോലും ഇബ്ലീസിനാൽ കൊത്തപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് മരണം സംഭവിച്ചത്. അതുകൊണ്ടാണ് അന്ത്യനാളിൽ ന്യായവിധി നടത്തുവാൻ ഈസാ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചുവോ? യേശുക്രിസ്തു എന്തിനാണ് ക്രൂശിൽ മരിച്ചത്? യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിന്റെ വാക്കുകൾ തന്നെ നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ പാപിയെ രക്ഷിപ്പാൻ ലോകത്ത് വന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു അവതാര പുരുഷൻ ഇന്ന് വരെ ലോകത്ത് ഉദയം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശുക്രിസ്തു. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ എത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് തീമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന് 15-ാം വാക്യം രേഖപ്പെടുത്തി, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്ത് വന്നു എന്നുള്ളത് എല്ലാ വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. യേശുക്രിസ്തു എന്തിനാണ് വന്നത്? പാപിയെ രക്ഷിപ്പാൻ അത്രേ. ചോദിക്കൂ നിങ്ങൾ മറ്റവതാര പുരുഷന്മാർ, യേശുക്രിസ്തു ഒരിക്കലും ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മഹർഷിവര്യന്മാർ തന്നെ അവരും ആരാഞ്ഞു 10 അവതാരങ്ങളെ കുറിച്ച് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യക്കൂർവരാഗസ്യ നരസിംഹസ്വാമനാരാമോ രാമച്ച കൃഷ്ണകൽഗിധനാർദ്ദന. അതിൽ 9-ാമത്തെ അവതാരം ഭഗവാൻ കൃഷ്ണൻ വന്നു. വേടന്റെ അമ്പേറ്റ് കാലപുരിയിലേക്ക് പോയി ഞാനല്ല പറഞ്ഞത്. ഭാഗവതം 10-ാം സ്കന്ധം എഴുതി വെച്ചിരിക്കെ, മുഹമ്മദ് മരിച്ച് മെദീനത്തടങ്ങിയിരിക്കെ, ബുദ്ധൻ മരിച്ച് ഗയയിലടങ്ങിയിരിക്കെ, അഥവാ നമ്മുടെ ഗുരുസ്വാമി ശിവഗിരിയിലടങ്ങിയിരിക്കെ, യേശു ക്രിസ്തു മാത്രം എന്തുകൊണ്ട് മരിച്ചുവെന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ചോദിച്ചാൽ അവൻ സാക്ഷാൽ ദൈവമായിരിക്കൊണ്ടാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ദൈവമായിരുന്നാൽ ദൈവം മരിക്കുമോ? ന്യായമായൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം സഹോദരന്മാർ ഞങ്ങൾ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ദൈവമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ 3 ദിവസത്തേക്ക് ദൈവം മരിച്ചിരിക്കുകയായിരുന്നു. ഒരിക്കലുമല്ല പ്രിയരെ. ഞങ്ങൾ വിശ്വസിക്കുന്ന ബൈബിൾ പ്രഖ്യാപിക്കുന്ന ദൈവം പിതാവ്, പുത്രൻ, പവിത്രാത്മാവെന്ന 3 ആളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏക ആത്മസത്യയായ ദൈവമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ സ്വർഗത്തിനിറങ്ങിയെന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായി മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. സർവ്വവ്യാപിയായിരിക്കുന്ന ദൈവം ഇതുവ ഈ ഭൂമിയിലേക്ക് എന്തിനാണ് മനുഷ്യനെ
മനുഷ്യനായി അവതരിച്ചു വന്നത്? അതിന്റെ ഉത്തരം ഇതാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം പറയുന്നത്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നുവെന്നാണ്. ഏക മനുഷ്യനാൽ പാപം വന്നിരിക്കുന്നു. എല്ലാ മനുഷ്യരും ഒരു സൂര്യന് കീഴിൽ ഒരു ഭൂമിയിൽ ഒരേ ഒരു മനുഷ്യന്റെ മക്കളാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും പാപികളാകുവാൻ കാരണം ഒരേ ഒരു അച്ഛന്റെ മക്കൾ, ഒരേ ഒരു അച്ഛനായിരിക്കുന്ന ആദാം പാപം ചെയ്തു. അങ്ങനെ പാപത്തിന്റെ പരിണിതഫലമായി സമസ്ത മനുഷ്യരും പാപികളായി തീർന്നു. അതുകൊണ്ടാണ് പാപി അല്ലാതെ ഒരു മനുഷ്യനും പ്രപഞ്ചത്തിലില്ല പ്രിയരെ. എല്ലാ മനുഷ്യരും ഒരുപോലെ പാപം ചെയ്ത് ദൈവദയ നഷ്ടപ്പെടുത്തിയെന്ന് റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു. റോമാലേഖനം 6:23 പറയുന്നത്, പാപത്തിന്റെ ശമ്പളമായ മരണം നിത്യ നരകത്തിലേക്ക് സകല മനുഷ്യരും ഒരുപോലെ എറിയപ്പെടും. അതുകൊണ്ടാണ് സകല മനുഷ്യരെയും രക്ഷിപ്പാൻ ഒരേ ഒരുവൻ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തോട് ദൈവമായിരുന്നവൻ ദൈവത്തോട് സമത്വം മുറുകെ പിടി വിചാരിക്കാതെ അവൻ വേഷത്തിൽ മനുഷ്യനായി പോരാം, അവൻ ദാസരൂപമെടുത്തു പോരാം, അവൻ മനുഷ്യ സാദൃശ്യത്തിനായി പോരാം, അവിടെ കൊണ്ട് തീർന്ന പാപജടത്തിന്റെ സാദൃശ്യത്തിൽ മരണത്തോളം പോരാം, ക്രൂശിലെ മരണത്തോളം തന്നെ അവൻ താഴ്ന്നിറങ്ങുവാൻ കാരണം ഈ പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യൻ ഈ അടിമത്തത്തിൽ നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പോലും പറയുന്നത്, നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയത്രേ ചെയ്തു പോകുന്നത്. അങ്ങനെ പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യ രക്ഷിപ്പാൻ എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം രേഖപ്പെടുത്തുന്നത്, മക്കൾ ജഡരക്തങ്ങളുമാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങൾ ഭൂമിയിലേക്ക് വന്നു. അല്ലയോ ക്രിസ്തു, അങ്ങെന്തിനാണ് ഈ ശരീരം എടുത്ത് ഭൂമിയിലേക്ക് വന്നത്? തൻ സൃഷ്ടിച്ച മനുഷ്യൻ, തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ, പ്രപഞ്ച സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ, സർവത്തിന്മേൽ വാഴ്വാൻ അധികാരം കൊടുത്ത മനുഷ്യൻ പാപം ചെയ്ത് പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോയപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഒരു അടിമയുടെ വിലയാണ് 30 വെള്ളിക്കാശ്. അഥവാ റോമൻ സർക്കാർ അന്ന് വിലമതിച്ചിരുന്നത് ഒരു അടിമയ്ക്ക് 30 വെള്ളിക്കാശാണ്. അതുപോലെ തന്നെ ഈ ജെറുസലേം ദൈവാലയത്തിൽ അറുക്കപ്പെടുവാനുള്ള ഒരു കുഞ്ഞാടിന്റെ, ഊനമില്ലാത്തൊരു കുഞ്ഞാടിന്റെ വിലയാണ് 30 വെള്ളിക്കാശ്. യേശുക്രിസ്തുവിനും 30 വെള്ളിക്കാശാണ് അവര് യൂദാസിന് കൊടുത്തത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ലോകത്തിന്റെ പാപം ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് ലോകത്ത് വിളംബരം ചെയ്തത് സ്നാപകയോഹന്നാനാണ്. ആ സ്നാപകയോഹന്നാൻ വിളംബരം ചെയ്തതുപോലെ യേശുക്രിസ്തു എന്തുകൊണ്ട് ക്രൂശിൽ മരിച്ചു? ന്യായമായൊരു ചോദ്യമാണ്. ഒരു മതം ഒഴിവാക്കുവാനാണോ? ഇന്ന് കാണുന്ന പോലെ വലിയൊരു മതമുണ്ടാക്കി ആ മതത്തിന്റെ നേതാവായിരിക്കാനാണോ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്? യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു ദൈവാലയമുണ്ട്. ഈ ദൈവാലയം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതിനൊരു ചരിത്രം ബൈബിൾ പറയുന്നുണ്ട്. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കണം. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ മോശയെ വിളിച്ച് ദൈവം പറഞ്ഞു, മോശയെ എനിക്കും നിങ്ങൾക്കും കണ്ടുമുട്ടുവാൻ എന്ന് പറഞ്ഞ ദൈവത്തിനും മനുഷ്യർക്കും കണ്ടുമുട്ടുവാൻ സംഗമ സ്ഥലം ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് അഥവാ സീനായി മലയിൽ വെച്ച് ദൈവം കാണിച്ചു കൊടുത്ത മാതൃപ്രകാരം അത് 3 വ്യവസ്ഥകൾ ഉണ്ടായിരിക്കണം. ഒന്ന്, പ്രാകാരം, അവിടെ ജനങ്ങൾക്ക് ഇന്ന് നിൽക്കാം. അതിന്റെ അപ്പുറത്തുള്ള സ്ഥലം വിശുദ്ധ സ്ഥലം, അവിടെ വരെ പുരോഹിതന്മാർക്ക് ചെല്ലാം. എന്നാൽ അതിന്റെ അപ്പുറത്ത് അന്തർമന്ദിരം അഥവാ അതിവിസ്ഥലം, അവിടെ മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ കടന്നു ചെല്ലാം. അങ്ങനെ മരുഭൂമി യാത്രയിൽ ദൈവത്തിനും മനുഷ്യർക്കും തമ്മിൽ കണ്ടുമുട്ടുവാൻ, ഇസ്രായേലിനും ദൈവത്തിനും കണ്ടുമുട്ടുവാൻ ദൈവം അരുളിച്ചതും പ്രകാരം ആദ്യമായി സമാഗമന കൂടാരമുണ്ടാക്കി. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ സോളമൻ മഹാരാജാവ് ആ സമാഗമന കൂടാരപ്രകാരം അഥവാ ഒരു ദൈവാലയം പണിതു. ആ ദൈവാലയമാണ് പ്രിയരെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിസ്ഥലം എന്ന 3 അഥവാ അന്നത്തെ സ്വർഗത്തിലെ ദൈവത്തിന് ഭൂമിയിൽ പണിയെടുക്കപ്പെട്ട ആദ്യത്തെ ദൈവാലയം. അതുപോലൊരു ദൈവാലയം പണിയുവാൻ ഇന്ന് വരെ ലോകത്ത് ഒരു മതത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം അത്ര മനോഹരമായ ദേവാലയമായിരുന്നു ആ ദൈവാലയം എന്ന് പറയുന്നത്. ആ ദേവാലയത്തിൽ മഹാപുരോഹിതൻ കയ്യാഫാസ് എന്ന മഹാപുരോഹിതനുള്ളപ്പോഴാണ് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള പരസ്യ പ്രവർത്തനം. ആ പ്രവർത്തന സമയത്ത് യേശുക്രിസ്തു പ്രഖ്യാപിച്ചു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, യോഹന്നാൻ 14:6 ഞാൻ ഉദ്ധരിച്ചത്. യേശുക്രിസ്തുവിന്റെ പ്രഖ്യാപനം, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ, ഞാൻ മുഖാന്തരമല്ലാതെ ആരും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നില്ല. ഈ പ്രഖ്യാപന നിമിത്തം നാം അറിയുന്ന പോലെ കർത്താവായ യേശുക്രിസ്തുവിനെ അവർ പിടിച്ചുകെട്ടി. നാം 3 മതക്കോടതികളും 3 സിവിൽ കോടതികളും മാറി മാറി വിസ്തരിക്കുകയാണ്. ആദ്യം ഖന്നാവിന്റെ കോടതി വിസ്തരിച്ചു. ഒരു തെറ്റും കണ്ടില്ല. അരട്ടയുടെ മഹാപുരോഹിതൻ വീണ്ടും വിസ്തരിക്കുകയാണ്. കയ്യാഫാസ് മഹാപുരോഹിതൻ വിസ്തരിച്ചു. അവനൊരു തെറ്റും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല.
വീണ്ടും യഹൂദ മതക്കോടതി 613 ധാർമ്മിക പ്രമാണങ്ങൾ 10 ആത്മീയ പ്രമാണങ്ങളും വെച്ച് കെട്ടപ്പെട്ടവനായ ക്രിസ്തുവിനെ ഇതാ മഹാപുരോഹിതൻ തന്നെ സ്ഥാനവസ്ത്രം ധരിച്ചുകൊണ്ട് താൻ ജഡ്ജ്മെന്റ് ആയിരുന്നു കൊണ്ടാണ് അവൻ വിസ്തരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത ചോദിക്കുകയാണ് യേശു ക്രിസ്തുവിനോട്. വിശുദ്ധ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 63-65 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ചോദിക്കുന്ന പ്രകാരമാണ്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? എന്നോട് പറയുക, ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുന്നു. യേശു ക്രിസ്തുവിനോടെ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഇസ്രായേലി മഹാപുരോഹിതന് മനസ്സിലാകും എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, ഫറവോ ചക്രവർത്തിമാരെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്നു കഴിയുന്ന ഇഷ്ടികൾ തൊഴിലാളി അടിമമൃഗമായിരിക്കുന്ന ഇസ്രായേലിനെ വിടുവിക്കുവാൻ ദൈവം മോശയെ അയച്ചപ്പോൾ മോശ ചോദിച്ചു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ ചോദിച്ചു, എന്നെ അയക്കുന്ന ദൈവത്തിന്റെ പേരെന്തെന്ന് ഞാൻ അവിടെ ചെന്ന് ഫറവോ ചക്രവർത്തിയോട് പറയണം. കാരണം അവിടെ റായ് എന്നും ആമണെന്നും പേരിൽ 2 സൂര്യദേവന്മാരും ആത്തൂർ എന്ന് പറയുന്ന പശുദേവതയുമുള്ള ബഹുദൈവങ്ങളുടെ ആരാധന സ്ഥലത്ത് എന്ന് എന്നെ അയച്ച ദൈവത്തിന്റെ പേരെന്തെന്ന് പറയണമെന്ന് ചോദിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു കൊടുത്തു, ഞാനാകുന്നവൻ എന്നുള്ളവൻ നിന്നെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ ഒരു മഹാപുരോഹിതന് മനസ്സിലാകും. എന്നാൽ യേശു ക്രിസ്തു അവിടെ കൊണ്ട് നിർത്തിയില്ല. താൻ എന്തിന് ഭൂമിയിൽ വന്നുവെന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയാണ്. ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഖല വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ദൈവപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവ്യമാണ്. എന്നാൽ ഈ മനുഷ്യത്വത്തെ സ്വർഗത്തിലെത്തിക്കുവാൻ, എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെത്തിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അത് ഞാൻ നിവർത്തിക്കുമെന്ന് യേശു ക്രിസ്തു പ്രഖ്യാപിച്ചപ്പോൾ ഇന്ന് വരെ ഇത്രമാത്രം യാഗങ്ങളും ബലികളും കഴിച്ചിട്ട്, അല്ലയോ മഹാപുരോഹിതേ, നിനക്ക് ഇന്ന് വരെ ഇത്രമാത്രം നോമ്പുകൾ നോക്കിയിട്ട്, ഇത്രമാത്രം പെരുന്നാളുകൾ നടത്തിയിട്ട്, ഇത്രമാത്രം അജങ്ങളെ അറുത്തിട്ട്, ഇത്രമാത്രം ഗോക്കളെ അറുത്തിട്ട്, ഇത്രമാത്രം പ്രാവുകളെ അറുത്തിട്ട് നിനക്ക് ഇന്ന് വരെ ഒരു മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരം വരുത്തി നിനക്ക് പിതാവിന്റെ അടുക്കൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും നടിച്ചത് കർത്താവിന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം കേട്ട് ഇതാ മഹാപുരോഹിതന്റെ ജഡ്ജ്മെന്റ് പറയുകയാണ്. ഈ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 64-65 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് ആവശ്യമില്ല, ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മേൽ അഥവാ ദൈവദൂഷണം ആരോപിച്ചുകൊണ്ട് തന്റെ സ്ഥാനവസ്ത്രം കീറി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലയോ ക്രൈസ്തവ മതമേ, ഇനിയെങ്കിലും നീ ഒരു സത്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അവിടെ വസ്ത്രം കീറിയെന്ന് ചോദിച്ചാൽ ദൈവ തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ്. ഈ വസ്ത്രം കൊടുത്തപ്പോൾ ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ലേവ്യ പുസ്തകം വായിച്ചാൽ ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ അഥവാ ലേവ്യ പുസ്തകത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ രേഖപ്പെടുത്തുവാനുള്ള കാരണം നിങ്ങൾ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം വായിക്കണം. അവിടെ ദൈവം അഥവാ അഹരോനെ മഹാപുരോഹിതനായി തെരഞ്ഞെടുക്കുമ്പോൾ അലങ്കാരത്തിനും അഥവാ മഹത്വത്തിനും വേണ്ടി നീ ഒരു വസ്ത്രം ഉണ്ടാക്കണം. ആ വസ്ത്രം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിടാത്തതും സാധാരണ കടയിൽ തയ്ക്കാത്തതും വിലയേറി പൊന്നുനൂല്, പട്ടുനൂല്, ധൂമ്രനൂല്, വിശിഷ്ട നൂല് കൊണ്ട് നെയ്തും, നടുക്കെട്ട്, തലപ്പാവ്, ഏഫോദ്, നീളക്കുപ്പായം, ചിത്ര തൈലുളങ്ങിലെങ്കി ഈ മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അഥവാ തന്റെ അതിവിസ്തരത്ത് കടന്നു ചെല്ലാൻ പാടുള്ളൂ. അപ്പോൾ 6 ഗോത്രങ്ങൾ പ്രതികരിക്കുന്ന 12 ഗോത്രങ്ങളെയും പ്രതികരിക്കുന്ന അഥവാ മാർപ്പതക്കം ഉണ്ടായിരിക്കണം. ഊറിങ്ങും തുമ്മിങ്ങും അവൻ ധരിച്ചിരിക്കണം. ഇങ്ങനെ മഹാപുരോഹിതൻ ഒറ്റ നോട്ടത്തിൽ തന്നെ അതിവിശുദ്ധനെന്ന് ആർക്കും ബോധ്യം വരണം. ആ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രം അഥവാ പ്രാകാരത്തിൽ നടക്കുന്ന യാഗം, ആ യാഗത്തിൽ അഥവാ അവിടെ അറക്കപ്പെടുന്ന കുഞ്ഞാടിന്റെ രക്തവുമായി പുരോഹിതന്മാർക്ക് മഹാപുരോഹിതന്റെ വിശുദ്ധ സ്ഥലം വരെ അവനെ അനുഗമിക്കാം. എന്നാൽ അതിസ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ തിരിച്ചിരിക്കുന്നത് 12 അടുക്ക് ചണനൂല് കൊണ്ട് നിർമ്മിച്ചതിലും 24 കുതിരകളെയും കൂട്ടിക്കെട്ടിയാലും കീറാത്ത അതിശക്തമായ ഒരു തിരശ്ശീലയാണ്. 4 ഇഞ്ച് കനം വരുന്ന ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്താണ് അതിവിശുദ്ധ സ്ഥലം. അവിടെയാണ് ദൈവത്തിന്റെ ശക്തിയായി ഇറങ്ങി വസിക്കുന്നത്. അത് പാപിയായ മനുഷ്യൻ തട്ടിയാൽ മരിച്ചു പോകും. അതുകൊണ്ടാണ് മഹാപുരോഹിതന് മാത്രം അഥവാ പാപപരിഹാരാർത്ഥം യാഗ രക്തവുമായിട്ട് ഈ അതിവിസ്ഥലത്ത് കടന്നു ചെന്ന് അവർ 7 വട്ടം ഈ രക്തം അഥവാ കൃപാസനത്തിൽ തെളിക്കണം. അങ്ങനെ തെളിക്കുമ്പോൾ ആ യാഗം ദൈവം അംഗീകരിച്ചാൽ അഥവാ ദൈവത്തിന്റെ ശക്തിന ആ വെളുത്ത പ്രകാശം അവിടെ ഇറങ്ങി വസിക്കും പ്രിയരെ. ഇല്ല എങ്കിൽ ആ നിമിഷം മഹാപുരോഹിതൻ അശുദ്ധനായി കടന്നു എന്നാൽ
പുരോഹിത വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിനെ കൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് കടന്നു ചെന്നാൽ ആ നിമിഷം മരിച്ചു വീഴുമെന്നാണ്. അതുകൊണ്ടാണ് അവന്റെ അരയിൽ നിന്നും ഒരു വള്ളി കെട്ടി പ്രാകാരത്തിലേക്ക് ഇട്ടിരിക്കുകയാണ്. അടുത്തയാൾക്ക് വേറെ ചെല്ലുവാൻ കഴിയില്ല. അങ്ങനെ ഏകദേശം ജോസീഫസ് എന്ന യഹൂദ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 83ഓളം മഹാപുരോഹിതന്മാർ യേശുക്രിസ്തുവിന്റെ കാലം വരെ മരിച്ചു വീണിട്ടുണ്ടെന്നാണ്. അത്ര അതിവിശുദ്ധ സ്ഥലവും ഉള്ളപ്പോഴാണ് യേശുക്രിസ്തുവിന്റെ പ്രഖ്യാപനം, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ മഹാപുരോഹിതൻ പറയുകയാണ്, ഇനി സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ല, ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ വസ്ത്രം കീറി എന്ന് പറയുമ്പോൾ, ഈ വസ്ത്രം കൊടുത്തപ്പോൾ ദൈവം ഒരു വ്യക്തമായിരിക്കുന്ന കൽപ്പന കൊടുത്തിരുന്നു. നിങ്ങൾ ലേവ്യ പുസ്തകം വായിക്കണം. ലേവ്യ പുസ്തകം 10:6 21 അധ്യായത്തിലെ 10 വാക്യത്തിലും അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിക്കാൻ വിധിക്കപ്പെട്ടവനുമായ മഹാപുരോഹിതനായിരിക്കുന്നവൻ ഒരിക്കലും തന്റെ സ്ഥാനവസ്ത്രം കീറരുത്, കീറിയാൽ അവൻ ആ സ്ഥാനത്തിന് യോഗ്യനല്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് എബ്രായ ലേഖനം 7 അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയത്, അഥവാ ന്യായപ്രമാണത്തിന് മാറ്റം വരുമ്പോൾ പൗരോഹിത്യത്തിനും മാറ്റം വരണം. അങ്ങനെ വസ്ത്രമിറ്റ പൗരോഹിത്യം അവിടെ കൊണ്ട് അവസാനിച്ചു. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു താനും തന്റെ പരസ്യ പ്രവർത്തന സമയത്ത് തന്നെ താൻ മുൻകൂട്ടി തന്റെ ശിഷ്യന്മാരോട് ചെയ്തിരുന്നു. ലൂക്കോസ് സുവിശേഷം 20 അധ്യായത്തിന് 45 വാക്യം നിങ്ങൾ വായിക്കണം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിലയെങ്കോട് നടപ്പാനിക്കുകയും അങ്ങാടിയിൽ വന്ധനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തെ പ്രധാന സ്ഥലവും പ്രിയപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്രിമാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങും, ഉപായം ദീർഘമായി പ്രാർത്ഥിക്കും, അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിന്റെ പിന്തുടർച്ചയായ ഒരു മതമല്ല അഥവാ ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. ക്രിസ്തീയ മാർഗത്തിലെ പുരോഹിതൻ ആരാണ്? ക്രിസ്തീയ മാർഗത്തിലെ പുരോഹിതൻ എന്ന് പറയുന്നത് മഹാപുരോഹിതൻ കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരം വരുത്തിയവൻ. അവനാണ് മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കുവാൻ മരിക്കുക മാത്രമല്ല പുനരുദ്ധാനം ചെയ്ത്, അതുകൊണ്ടാണ് ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു ആകാശമേഖലയുടെ വാഹനമാക്കി വരുന്നു നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാം, അങ്ങനെ യേശുക്രിസ്തു ഇന്ന് മഹാപുരോഹിതനായി സ്വർഗത്തിലിരിക്കുന്നു, എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ വായിച്ചു നോക്കുക. എബ്രായ ലേഖനം 7 അധ്യായത്തിന്റെ 26 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, നിർദോഷൻ, നിർമ്മലൻ, പാപികൾ വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്ന മറ്റു മഹാപുരോഹിതന്മാരെ കൂടെ കൂടെ യാഗാർപ്പണം ആവശ്യമില്ലാതിരിക്കുന്ന ഒരേ ഒരുവൻ, അവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് ഇന്ന് അഥവാ മഹാപുരോഹിതൻ അവകാശപ്പെടുവാൻ പോപ്പിനോ പാത്രവർഗീസ് ബാബയ്ക്കോ ഒരിക്കലും ദൈവോധന പ്രകാരം വ്യവസ്ഥയില്ല. പ്രിയരെ, ഒരുപക്ഷെ നിങ്ങൾ എന്റെ തല എടുക്കുമായിരിക്കാം, പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ ക്രിസ്തുമതത്തിൽ ജനിച്ച് ജീവിച്ച് അഥവാ ആ ക്രിസ്തുമതത്തിൽ തന്നെ ചെവലിയ കുരുടനയുടെ കൂടെ ഞാനും ഈ സഭാ കേസിലൊക്കെ നടന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, പൗരോഹിത്യം എന്ന് പറയുന്നത് മതപൗരോഹിത്യം, എബ്രായ പൗരോഹിത്യം, ആ പൗരോഹിത്യം പിന്തുടർച്ചയല്ല ഇന്ന് കാണുന്ന ക്രൈസ്തവ പൗരോഹിത്യം എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന ക്രിസ്തീയ പുരോഹിതന്മാർ ധരിച്ചിരിക്കുന്നത് പാഗൻ മതത്തിലെയും റോമൻ മതത്തിലെയും ആചാര അനുഷ്ഠാനങ്ങളുടെ അവരുടെ വസ്ത്രങ്ങളാണ് പ്രിയരെ. അല്ല എങ്കിൽ ഒരു മഹാപുരോഹിതന്റെ പുരോഹിത വസ്ത്രം ഉണ്ടാക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം 9.5 കോടി രൂപ വേണമെന്നാണ് 2002 കണക്ക് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ചോദിച്ചോട്ടെ, അതുകൊണ്ടാണ് നിലയെങ്കോട് നടപ്പാൻ ഇച്ഛിക്കുകയും അങ്ങാടിയിൽ വന്ധനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും പ്രിയപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്രിമാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അവർ വിധവമാരുടെ വീടുകളിൽ വീഴും, ഉപായം ദീർഘമായി പ്രാർത്ഥിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, അതുകൊണ്ടാണ് ക്രിസ്തീയ പുരോഹിതൻ എന്ന് പറയുന്നത് മഹാപുരോഹിതൻ യേശുക്രിസ്തുവാണ്. പുരോഹിതൻ എന്ന് പറയുന്നത് വായിച്ചു നോക്കണം നിങ്ങൾ. കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ വചനം വെളിപ്പാട് പുസ്തകം 1 അധ്യായത്തിന്റെ 6 വാക്യം വായിക്കുമ്പോൾ, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ രക്തത്താൽ നമ്മെ കഴുകി, നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുന്നു. യേശുക്രിസ്തുവിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ഏതൊരു വ്യക്തിയെയും അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് അവനെ പുരോഹിത വർഗമാക്കി തീർക്കുന്നു. പോരാ, 1-ാമത്തെ അപ്പോസ്തലനായ പത്രോസിനോട് ചോദിക്കണം. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പിക്കത്തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, പുതിയ നിയമ പുരോഹിതന് വസ്ത്രമുണ്ടോ? ഉണ്ട് പ്രിയരെ, വായിക്കണം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, അവന്റെ കാന്തയെ ഒരുക്കിയിരിക്കുന്നു. അവൻ എങ്ങനെയാണ് ഒരുക്കുന്നത്? ഈ കാന്തയെ ഒരുക്കിയിരിക്കുന്ന അവരുടെ വിശേഷ വസ്ത്രം എന്ന് പറഞ്ഞാൽ ശുദ്ധവുമായ വിശേഷ വസ്ത്രമാണ്. ആ
വസ്ത്രം എന്ന് പറഞ്ഞാൽ വിശുദ്ധന്റെ നീതി പ്രവൃത്തികളാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് ക്രൈസ്തവ പുരോഹിതൻ എന്ന് പറയുന്നത് ഒരിക്കലും ദൈവത്തിന്റെ വിശുദ്ധിയെ ക്രിസ്തുവിൽ ജീവിക്കുന്ന വ്യക്തിയാണ് സാക്ഷാൽ ക്രിസ്തുവിന്റെ പുരോഹിതൻ എന്ന് പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇതെനിക്ക് കൺവെൻഷനിൽ പ്രസംഗിച്ചാൽ അവിടെ വരുന്ന വിശ്വാസികളേക്കൊക്കെയുള്ളൂ. അതുകൊണ്ടാണ് ഈ നാൽക്കവലയിൽ തന്നെ എന്റെ കർത്താവിനെ അയച്ചിരിക്കുന്നത്. ഞാനും ഒരു കാലഘട്ടത്തിൽ ഈ മതത്തിൽ വിശ്വസിച്ചിരുന്നവനായിരുന്നു. മതത്തിൽ വിശ്വസിച്ച് ഭയാനകമായ നോമ്പുകളും അതുപോലെ തീർത്ഥാടനങ്ങളും നടത്തി അനവധി കുർബാനകൾ ഞാൻ കണ്ടിരുന്നു. എന്നാൽ എബ്രായ ഭാഷയിൽ എബ്രായ ലേഖനം ഞാൻ വായിച്ചപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കണം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 10 മുതൽ വാക്യങ്ങൾ വായിച്ചാൽ ഏകയാഗം, ആ യാഗം മൊഴി അവൻ എന്നേക്കുമായ ബലിയർപ്പണം പൂർത്തീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് 11-ാമത്തെ വാക്യം പറയാണ്, ഏത് പുരോഹിതനും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ ഇന്ന് ചോദിച്ചോട്ടെ, ഏതൊരു പുരോഹിതൻ ഇന്ന് കുർബാന അർപ്പിച്ചാലും അവസാനം പറയുന്നൊരു വാക്കില്ലേ, ബലഹീനനും മഹാപാപിയുമായ അടിയൻ അടുത്ത ബലിയർപ്പെടുന്ന ഉണ്ടാകുമെന്ന് അറിയില്ല, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, കുരുടൻ വഴികാട്ടിയാൽ രണ്ടുപേരും ഒരുപോലെ കുഴിയിൽ വീഴുമെന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ട് ഏത് പുരോഹിതനും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചു നിൽക്കെ, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സ്വർഗ്ഗം പൂർത്തി വരുത്തിയിരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, പാപത്തിന് വേണ്ടി ഇനി ഒരു യാഗം ആവശ്യമില്ല. പൂർവമെന്ന വാക്കിന്റെ അർത്ഥം ബലി എന്നാണ്. ഖുർബാൻ, വഴിപാട്, പൂർവം ബലി. അതുകൊണ്ടാണ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചു, കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന് സൗരഭ്യാസിനെ വഴിപാട് യാഗമായി അർപ്പിച്ചപ്പോൾ ഇതാ സൂര്യൻ ഇരുണ്ടു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കലർ തുറക്കപ്പെട്ടു. പോരാം, ജെറുസലേം ദൈവാലയത്തിന്റെ തിരശീല മുഖങ്ങൾ അടിവരെയും കീറിപ്പോയില്ലേ പ്രിയരെ. എന്തുകൊണ്ട് കീറി എന്ന് ചോദിച്ചാൽ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിന് 1-ാം വാക്യം പറയുന്നത്, സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. സ്വർഗത്തിലെ ദൈവാത് കീറി. എന്തുകൊണ്ട് കീറി? എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ദൈവത്തിന്റെ ഷക്കീന തേജസ് അവിടുന്ന് മാറ്റപ്പെട്ടു. എങ്ങോട്ട് മാറ്റപ്പെട്ടു? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കണ്ടാലും ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, ദൈവാലയത്തിൽ മാത്രം കഴിയുന്ന ദൈവത്തിന്റെ തേജസ്, ആ ദൈവ തേജസ്സായി ക്രിസ്തു ഇന്നൊരു മനുഷ്യന്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ, നീ പാപിയാണ്, നിന്റെ പാപത്തിന്റെ മുഴുശിക്ഷയും കാലുകളുടെ ക്രൂശിൽ 2 കള്ളന്മാർ നടുവിൽ ഒരു അധമപാപിയെ പോലെ നിന്റെ കൈകൾ കൊണ്ട് ചെയ്ത തെറ്റുകൾക്കല്ലേ എന്റെ കൈകളെ കാലിരുമ്പാണി വെച്ചടിച്ചത്? നിന്റെ കാലുകൊണ്ട് പാപത്തിലൂടെ നടന്നുകൊണ്ടല്ലേ എന്റെ കാലുകളെ കാലിരുമ്പണി വെച്ചടിച്ചത്? നീ ചെയ്ത പാപത്തിന്റെ, നീ ജനിച്ചത് പാപത്തിൽ, ജീവിക്കുന്ന പാപത്തിൽ മരിച്ചാൽ നരകത്തിലേക്ക് പോകണം. അതുകൊണ്ടല്ലേ എന്റെ തിരുശരീരത്തെ അടിച്ചുളൂചാൽ പോലെ കീറിയത്, എന്റെ തലയിൽ വെച്ച മുൾക്കിരീടം. അല്ലയോ മനുഷ്യ, നിനക്ക് കിട്ടേണ്ട പാപത്തിന്റെ കിരീടമല്ലേ? അങ്ങനെ ആപാതിലൂടെ അടികളേറ്റ്, ആപാതിലൂടെ മുറിവുകളേറ്റ് അവന്റെ അവസാന തുള്ളിത്വം കാൽവരിയിൽ ഊറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു, ടെട്ലാസ്റ്റോയ്, നിവർത്തിയായി എന്ന് പറഞ്ഞാൽ മാനവരാശിയുടെ ഒന്നടങ്കം പാപത്തിന്റെ പരിഹാരം വരുത്തി. എന്താണ് ഉറപ്പ്? വായിക്കണം യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ ഇപ്രകാരം, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. പാപം ചെയ്തു പോയെങ്കിലോ നീതിമാനായ കർത്താവായ യേശുക്രിസ്തു കാര്യസ്ഥൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിൻ സന്നിധിയിൽ മഹാപുരോഹിതനാണ്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല, പറയുകയാണ്, അവൻ സർവ്വലോകത്തിനെയും പാപപരിഹാരം വരുത്തിയിരിക്കുന്നു. അല്ലയോ സ്നേഹിതന്മാരെ, മതങ്ങളാണ് ഇവിടെ ദൈവങ്ങളെ സൃഷ്ടിച്ചത്, മതങ്ങളാണ് ജാതിയും മതവും ഉണ്ടാക്കിയത്. എന്നാൽ ദൈവത്തിന് ജാതിയില്ല, ദൈവത്തിന് മതമില്ല, വർണ്ണവർഗ വ്യത്യാസമില്ല, ഉച്ചനീച തട്ടുകളില്ല, കർത്തവും കർത്തവും വ്യത്യാസമില്ല. എല്ലാവർക്കും ഒരുവൻ ദൈവം. ആ ദൈവം മനുഷ്യനായി വന്ന യേശുക്രിസ്തു പാപത്തിന്റെ പരിഹാരം വരുത്തിയപ്പോൾ സർവ്വ മനുഷ്യരെയും പാപപരിഹാരം വരുത്തി. എന്നെ ശ്രദ്ധിക്കുന്ന ഹൈന്ദവ സഹോദരന്മാരെ, അതുപോലെ ക്രൈസ്തവ മതത്തിലെ സഹോദരന്മാരെ, ഇസ്ലാം മതത്തിലെ സഹോദരന്മാരെ, ജൈന മതത്തിലെ സഹോദരന്മാരെ, ബുദ്ധമതത്തിലെ സഹോദരന്മാരെ, അതുപോലെ തന്നെ ഷിൻഡോ മതത്തിലെ സഹോദരന്മാരെ, സമസ്ത മനുഷ്യരും, അതുപോലെ എല്ലാ മതത്തിലും എല്ലാ മനുഷ്യർക്കും, മതമില്ലാത്തവനും നിരീശ്വരവാദിക്കും ഭൗതികവാദിക്കും എന്നേക്കുള്ള പാപപരിഹാരം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് പാപിയാണെന്ന് കാരണത്താൽ ഇനി ഒരു മനുഷ്യനെയും നരകത്തിൽ തള്ളില്ല എന്ന്
തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും അനവധി വാക്യങ്ങൾ വെച്ചുകൊണ്ട് ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെട്ട സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇനി പാപിയാണെന്ന കാരണത്താൽ ഒരു മനുഷ്യനും നരകത്തിൽ പോവുകയില്ല. അതുകൊണ്ടാണ് പുതിയ നിയമം വായിച്ചാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണ പുനരുത്ഥാന ശേഷം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അപ്പോസ്തലന്മാരോ ആദിമസഭയോ പാപിയായവരോട് കരുണ തോന്നുന്ന പ്രാർത്ഥനയുണ്ട് പ്രിയരെ. എന്തുകൊണ്ടില്ല? ഇന്നത്തെ മതങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുന്ന അങ്ങനെയല്ലേ? എന്നാൽ എന്തുകൊണ്ടില്ല എന്ന് വെച്ചാൽ യേശുക്രിസ്തു വിശ്വസിച്ചു റോമിലുള്ള പാപികളായ മനുഷ്യർ യേശുക്രിസ്തു വിശ്വസിച്ച മാത്രമേ കാൽവരിയുടെ ക്രൂശിലൂടെ പിതാവായ ദൈവം ഈ മനുഷ്യരെ നോക്കിയപ്പോൾ ദൈവനീതി പ്രസാദിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവനീതിയുടെ ശിക്ഷ കാൽവരിയിലെ ക്രൂശിൽ കർത്താവ് ഏറ്റിരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം വിശ്വാസത്താൽ അവരെ കഴുകിയപ്പോൾ റോമിലെ വിശുദ്ധന്മാർ പ്രഖ്യാപിക്കുകയാണ്. റോമിലെ വിശുദ്ധന്മാർ അഥവാ ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുക, കൊരിന്തിലെ വിശുദ്ധന്മാർ, ഗലാത്യയിലെ വിശുദ്ധന്മാർ, എഫെസോസിലെ വിശുദ്ധന്മാർ, തെസ്സലോനിക്കയിലെ വിശുദ്ധന്മാർ. ഞാൻ ചോദിച്ചോട്ടെ സ്നേഹിത, ഇന്ന് ഇവിടെ വിശ്വസിക്കുന്നവരെയും വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന സ്വർഗത്തിന്റെ നീതിയാണ് കാൽവരിയുടെ ക്രൂശ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പാപപരിഹാര ബലി വരുത്തിയിരിക്കൊണ്ട് ഇനി പാപങ്ങൾക്ക് വേണ്ടി യാഗവും ആവശ്യമില്ല. പിന്നെയോ അപ്പോസ്തലന്മാർ പിന്നെ കൂടി വന്നത് അവർ അപ്പം നുറുക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനാണ്. ഒരിക്കലും കുമ്പസാരിച്ച് കുർബാനയ്ക്ക് കൊടുത്തു എന്ന് 1-ാം നൂറ്റാണ്ട് മുതൽ 3-ാം നൂറ്റാണ്ട് നിലനിന്ന ക്രൈസ്തവ മാർഗത്തിൽ ഇല്ല പ്രിയരെ. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഒരു മതം സ്ഥാപിക്കുവാൻ അല്ല ക്രിസ്തു വന്നത്. പൗരോഹിത്യം നീക്കിക്കൊണ്ട് അഥവാ ദൈവാലയ വ്യവസ്ഥ ഹൃദയത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഏതൊരു മനുഷ്യനും യേശുക്രിസ്തുവിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ആ നിമിഷം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ മനുഷ്യനായി തീരുന്നു എന്ന് പറഞ്ഞ് മദ്യം കഴിച്ച് മയക്കുമരുന്ന് കഴിച്ച് ലോകത്തിന്റെ പാപങ്ങളിൽ കൊടിയ തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ, പാപിയായ മനുഷ്യൻ, ഈ മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ആ നിമിഷം ക്രിസ്തുവിന്റെ രക്തം അവനെ കഴുകി അവനൊരു പുതിയ മനുഷ്യനാക്കി തീർക്കുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സർവ്വതും പുതുതാക്കുന്നു. ഇതാണ് ക്രിസ്തീയ മാർഗം. ഈ മാർഗത്തിലേക്ക് അണിചേരുവാനാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ വിളിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് ക്രിസ്തു മതമല്ല, അതൊരു മാർഗമാണ്, മഹത്തായ മാർഗമാണ്, ജീവന്റെ മാർഗമാണ്, പുനരുദ്ധാനത്തിന്റെ മാർഗമാണ്, നിത്യതയുടെ മാർഗമാണ്, പാപമോചനത്തിന്റെ മാർഗമാണ്, ദൈവം വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന മാർഗമാണ്. ഈ മാർഗമാണ് സ്ഥാപിച്ചത്. ആ മാർഗത്തെ സ്വീകരിച്ചു എന്ന കാരണത്താൽ അവർ പിടിച്ചില്ലേ പത്രോസിനെ? അവർ തലകീഴെ ക്രൂശിച്ചു കൊന്നില്ലേ പ്രിയരെ? അവിടെ കൊണ്ട് തീർന്നില്ല ഈ പുനരുദ്ധാനത്തിന്റെ മാർഗം. പിടിച്ചു അവർ അന്ത്രയോസിനെ, പിടിച്ചു അടിച്ചു അവശനാക്കി കുതിരക്ക് കെട്ടി വലിച്ച് റോട്ടിലൂടെ വലിച്ച് അവസാനം ക്രൂശിൽ കിടന്ന് അവനും സുവിശേഷം പറഞ്ഞ് അഥവാ മരിച്ചില്ലേ? അവിടെ കൊണ്ട് തീർന്നില്ല ഈ മാർഗം. പിടിച്ചു അവർ യോഹന്നാനെ കൈകാലുകൾ ബന്ധിച്ച് തിളച്ച് എണ്ണയിലേക്ക് എറിഞ്ഞില്ലേ? അവിടെ കൊണ്ട് തീർന്നോ ഈ മാർഗം? ഇല്ലേ, ഇല്ല. അവർ പിന്നെയും പിടിച്ചു, മത്തായിയെ പിടിച്ചു, ചിരച്ഛേദനം ചെയ്തില്ലേ പ്രിയരെ? അവർ ബർത്ലോമായ ശിഷ്യനെ പിടിച്ച് കഴുത്തിന് താഴോട്ട് തുലിയുരിച്ചു കൊന്നില്ലേ? അവിടെ കൊണ്ട് തീർന്നു? ഇല്ലേ, ഇല്ല. പിടിച്ചു അവർ തതായിയെ, അവര് അഥവാ ശൂലത്തിന് കുത്തിക്കൊന്നിൽ അവര് തതായി അമ്പെയ്ത് കൊന്നില്ലേ? അവിടെ കൊണ്ട് തീർന്നില്ല. പിടിച്ചു അവർ തോമാസ്ലീഹായെ മൈലാപ്പൂര് വെച്ച് ശൂലത്തിന് കുത്തിക്കൊന്നില്ലേ? ആയിരങ്ങൾ ആർത്തിരമ്പി കാലുവരുടെ നടം പറഞ്ഞ വഴികൾ നടന്നു കയറി ആ രക്തപുഷ്പങ്ങളെ ചുംബിച്ചുകൊണ്ട് ഒരു പുത്തൻ പ്രഭാതത്തെ മുത്തമിടുവാൻ ഈ മണ്ണിൽ ഉറങ്ങുമ്പോൾ ഇടിയുടെ വെടിയുടെ മുന്നിൽ അടിപതറാതെ മുന്നേറി താടന പീഡന ശക്തിയുടെ അമ്പേ പരാജയപ്പെടുത്തിക്കൊണ്ട് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ രക്തസാക്ഷികളായ അപ്പോസ്തലന്മാർ അടക്കം ഇന്നോളം ക്രിസ്തുവിന് വേണ്ടി ചത്ത് വന്ന ഈ മാർഗത്തിലെ സകല വിശുദ്ധന്മാരും അവനെ വിശ്വസിച്ച് മരിച്ച സമസ്ത മനുഷ്യരും അവനെ വിശ്വസിച്ച് ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ക്രിസ്ത്യാനി വസിക്കുന്ന ക്രിസ്തു വസിക്കുന്നവർ അവർ രൂപാന്തരപ്പെട്ട് ആകാശമേഖലയിൽ ഈ സൂര്യനെ കടന്ന് ചന്ദ്രനെ കടന്ന് നക്ഷത്രങ്ങളെ കടന്ന് വാനഗോളങ്ങളെ താണ്ടി പിതാവിന്റെ സന്നിധിയിലെത്തും. ഇതാണ് മഹാപുരോഹിതന്റെ അടുത്ത് യേശുക്രിസ്തു പറഞ്ഞത്, ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഖലയെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കടങ്ങരുത്, ഭ്രമിക്കരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന് അനേക വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കണം, ഞാൻ വീണ്ടും മടങ്ങി വന്ന് എന്റെ അടുക്കൽ നിങ്ങളെ ചേർക്കും. അല്ലാതെ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് പനി മാറുവാൻ വിശ്വാസമല്ല, അത് രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമുള്ള വിശ്വാസമല്ല, അത് ഭൂതസൗഖ്യത്തിന് വിശ്വാസമല്ല, അത് അഥവാ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടുള്ളതല്ല.
പിന്നെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ ആയുസ്സിൽ മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ മറ്റു മനുഷ്യ അരിഷ്യന്മാരെന്നാണ് 1 കൊരിന്ത്യർ 15-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവിടുത്തെ പാസ്റ്റർമാരോ പാദ്രിമാരോ പറയില്ല പ്രിയരെ. പക്ഷെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം യേശുക്രിസ്തു വിശ്വസിക്കുന്നവർ, ഇവരെ ടാറ്റ, ബിർള, അംബാനി പോലെയുള്ളവർ, നമ്മുടെ പ്രധാനമന്ത്രി മോദിജി, അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സാറ്, ഇവരെ ക്രിസ്തു വിശ്വസിച്ചവരാണ്. അല്ലേയല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, ഭൗതികമായിരിക്കുന്ന പണത്തിന് വേണ്ടിയല്ല, ലോക സുഖങ്ങൾക്ക് വേണ്ടിയല്ല. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിൽ നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ശിഷ്യന്മാർക്ക് ആർക്കും ഇവിടെ അന്ത്യോക്യയുടെ കിഴക്കേയുടെ സിംഹാസനം കിട്ടിയില്ല പ്രിയരെ. അവർക്ക് പോപ്പിന്റെ ഒരു കിരീടവും കിട്ടിയില്ല. അവരെല്ലാം ക്രിസ്തീയ മാർഗത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്തുവെങ്കിൽ, അവരെല്ലാം രക്തസാക്ഷികളായി മാറിയെങ്കിൽ, മരണത്തെ ജയിച്ചുയർത്തേറ്റ ക്രിസ്തു, ആ ക്രിസ്തു കാഹളം ധ്വനിക്കുമ്പോൾ, കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ അവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് 33.5 വയസ്സിന്റെ യുവത്വത്തിൽ അവർ ഈ ഭൂമിയിൽ ഉയർത്തെഴുന്നേക്കും. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അവരെല്ലാം കോടാനുകൂടി ദൂതന്മാരും വിശുദ്ധന്മാരും മുമ്പിൽ വെച്ച് ഈ വിശുദ്ധന്മാരെല്ലാം അവർക്കെല്ലാം കിരീടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ കിരീടങ്ങൾ വാങ്ങി അവരവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യുന്നതിനനുസരിച്ച്, എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഒരു വിശ്വാസിയായാൽ പോരാ, വിശ്വാസി വിശുദ്ധിയും വേർപാടുമുള്ളവനായിരിക്കണം. അവൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനായിരിക്കണം. അതിനെല്ലാം പ്രതിഫലം സ്വർഗത്തിലുണ്ട്. അതുകൊണ്ടാണ് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, മനുഷ്യർ മനനം ചെയ്യാത്ത ഒരു സ്വർഗീയമായിരിക്കുന്ന സമ്പാദ്യം അത് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഒരുക്കിയ കിരീടങ്ങൾ. ആ കിരീടങ്ങളെ പ്രാപിച്ച് ഈ ഭൂമിയിലേക്ക് യേശുക്രിസ്തു മടങ്ങി വരും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 20-ാം അധ്യായത്തിന് 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ നീതിമാനും വിശുദ്ധനുമാകുന്നു. അവന്റെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, 2-ാം മരണമായ നരകത്തിലേക്ക് ഒരിക്കലും അവൻ പോകുന്നില്ല. അവിടെ കൊണ്ട് തീർന്നില്ല. അവൻ ക്രിസ്തുവിനോടുകൂടെ, അവർ ക്രിസ്തുവിനോട് 1000 വർഷം ഈ ഭൂമിയെ നീതിയോടെ ഭരിക്കും. ഇന്ന് നടക്കുന്ന ഈ ലോക സംഭവങ്ങളെല്ലാം ഒരു കയ്യിൽ ബൈബിളും മറുകയിൽ ഇന്നത്തെ വർത്തമാന പത്രവും വെച്ച് പരിശോധിച്ചാൽ സ്നേഹിത, ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. യേശുക്രിസ്തു പറഞ്ഞതുപോലെ, അഥവാ ഈ ഭൂമിയിലെ ഭരണകർത്താക്കൾ ഒരു എതിർ ക്രിസ്തുവിന്റെ കയ്യിലേക്ക് മാറ്റപ്പെടും. എന്നാൽ ഇന്ന് സഭയുടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കില്ല. ഞാൻ എന്റെ മതത്തെ പണിയുമെന്നല്ല പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കില്ല. എങ്ങനെയാണ് സഭയെ പണിയുന്നത്? അപ്പോസ്തലർ 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ, രക്ഷിക്കപ്പെടുന്നവർ ദിനംപ്രതി കർത്താവ് സഭയോട് ചേർത്തു. തന്റെ മാർമിക ശരീരമാകുന്ന ദിവ്യമായിരിക്കുന്ന ആ സഭ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, പാപമോചനം ലഭിച്ച വിശുദ്ധന്മാരുടെ കൂട്ടം, അവര് ഈ ഭൂമിയെ നീതിയോടെ 1000 വർഷം ക്രിസ്തു കൂടെ ഭരിക്കും. പ്രിയരെ, ഈ ലോകത്ത് നടക്കുന്ന സർവ്വ സംഭവവാസങ്ങളും ഒന്ന് ഏത് നിമിഷവും ക്രൈസ്തവ സഭയെ എടുക്കപ്പെടുവാൻ കാഹളം ധ്വനിക്കും. മറ്റൊന്ന് ഇവിടെ യേശുക്രിസ്തുവിന്റെ ജനത, അഥവാ ഈ വിശുദ്ധിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മാറ്റപ്പെട്ടാൽ വലിയൊരു ഭയങ്കരമായ ഒരു പീഡകാലം വരും. അതാണ് മഹാപീഡന കാലം. എതിർ ക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണം, ആ ഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവും തന്റെ വിശുദ്ധന്മാരും, അഥവാ നാം ക്രിസ്തുവിൽ വിശ്വസിച്ച വിശുദ്ധന്മാരും ഒരുമിച്ച് ഒലിവുമലയിൽ വരികയും, ഒലിവുമലയിൽ അവന്റെ കാഴ്ച വിട്ടുമ്പോൾ ഒലിവുമല 2ആയി പിളരും. അവിടെ യഹോവാശാപാത്ത് താഴ്വരയുണ്ടാകും. ആ താഴ്വരയിൽ അഥവാ അന്ത്യക്രിസ്തുവിന് മുഴു സൈന്യവും വന്നു ചേരും ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ. എന്നാൽ യേശുക്രിസ്തുവിന് വായുന്ന വചനങ്ങളാൽ തന്നെ അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും തോൽപ്പിച്ച് ആദ്യം തീപ്പൊയ്കയിലേക്ക് അവരെയാണ് എറിയുന്നത്. അതിനുശേഷം അഥവാ പിശാചിനെ പിടിച്ച് 1000 മണ്ഡലത്തേക്ക് ചങ്ങലക്കിട്ട് പാതാളത്തിട്ട് പൂട്ടും. എന്നിട്ടാണ് ഈ ഭൂമിയിൽ 1000 വർഷം ക്രിസ്തു നീതിയോടെ ഭരിക്കും. സമത്വ സുന്ദര സാഹോദര്യമായിരിക്കുന്ന, ഏറ്റവും സമ്പൽ സമർത്ഥമായിരിക്കുന്ന, അഥവാ വിശുദ്ധന്മാർ ഭരിക്കുന്ന ഈ ലോകം ക്രിസ്തു രാജാവായി ഭരിക്കും. ആ ഭരിക്കുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കണം. യെശയ്യാപ്രവാചന പുസ്തകം 65-ാം അധ്യായത്തിന്റെ 17 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളും, യെശയ്യാപ്രവാചന പുസ്തകം 11-ാം അധ്യായം 3 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ന് ചെന്നായും കുഞ്ഞാടും ഒരുപോലെ പാർക്കും. പുള്ളിപ്പുലി പശുവിനോടുകൂടെ മേയും. തീർന്നില്ല, ഒരു കുട്ടി പാമ്പിന്റെ പൊത്തിൽ കൈയിടും, പക്ഷെ അവനെ കടിക്കില്ല. സിംഹം കാളയെന്ന പോലെ വൈക്കോൽ വിന്നുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതേൻ തോട്ടം എങ്ങനെയായിരുന്നുവോ ദൈവം സൃഷ്ടിച്ചത്, ഏതേൻ തോട്ടത്തിൽ എങ്ങനെയാണോ മനുഷ്യൻ ജീവിച്ചിരുന്നത്, അതേ രീതിയിൽ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഒരുമിച്ച് മനോഹരമായി ഭൂമിയെ 1000 വർഷം ക്രിസ്തു ഭരിക്കും. അന്ന് പിശാചി ലോകത്തുണ്ടാവുകയില്ല. അവനെ അഥവാ പാതാളത്തിൽ കൂട്ടിയിരിക്കുകയാണ്. അതിനുശേഷം 7 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഭരണം അഥവാ 1000 വർഷം കഴിയുന്നതാണ്.
നിത്യനീതിമാനായ ദൈവം ഒരവസരം കൂടി അവന് കൊടുത്തിട്ടും അവൻ ആ പഴയ സ്വഭാവം തന്നെ എടുക്കും. അവൻ ദൈവത്തോട് മത്സരിക്കും. അവൻ മത്സരികളായ ജനതയെ അവന്റെ കൂടെ കൂട്ടും. ഈ സർവ്വ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചിട്ടും അന്നും ദൈവത്തോട് പ്രിയമില്ലാത്തവര്, ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവർ അന്നും കാണും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്നും അത് തന്നെയല്ലേ സംഭവിക്കുന്നത്? തുടിക്കുന്ന ജീവനും ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കാണുന്ന പ്രകാശവും തന്ന അലിയവും മനുഷ്യ, നിനക്ക് ആയുസ് നിന്നെ സ്നേഹിച്ചിട്ടും ഈ ക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിട്ടും അവൻ നിനക്ക് വേണ്ടി അടിയേറ്റിട്ടും നിനക്ക് വേണ്ടി തുപ്പേറ്റിട്ടും നിനക്ക് വേണ്ടി മരണമില്ലാത്ത മരണം ഭരിച്ചിട്ടും മരണാധികാരി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ഉയർത്തെഴുന്നേറ്റിട്ടും ആ ക്രിസ്തുവിന് ഹൃദയം കൊടുക്കാൻ കഴിയാതെ പാപത്തിന്റെ ഭയാനകമായ വിഴുപ്പുചോടും അഥവാ വിഴുപ്പും ചോന്നുകൊണ്ട് ഓരോ വർഷവും ഈസ്റ്ററും പെസഹായും ഓരോ വർഷവും അതുപോലെ ദുഃഖവെള്ളിയും ആചരിച്ചുകൊണ്ട് പാപിയാണ് പാപിയാണ് പാപിയാണെന്ന് പറഞ്ഞ് പാതാളത്തിലേക്ക് നടന്നെടുക്കുന്ന അലിയോ, കുരുടന്മാർ വഴികാട്ടികളായ അലിയോ ക്രൈസ്തവ മതമേ. ലോകത്തെ മതങ്ങളെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇസങ്ങളെ, തത്വചിന്തകളെ, കർമ്മകാണ്ഡങ്ങളെ, നിങ്ങൾക്ക് പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയുമോ? നിങ്ങൾക്ക് നരകത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുമോ? എന്നാൽ യേശു ക്രിസ്തുവിലേക്ക് നോക്കുക, അവനിലേക്ക് നോക്കി അവനെ വിളിക്കുക, അവനോട് പാപങ്ങൾ ഏറ്റുപറയുക, അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. അങ്ങനെ യേശു ക്രിസ്തുവിനായി ജീവൻ സമർപ്പിച്ചാൽ ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവരാണ് ക്രിസ്ത്യാനി. അതുകൊണ്ടാണ് ക്രിസ്ത്യാനി എന്ന് പറയടാ, തല നിവർത്തി നിലടാ ഒരു മതമല്ല. മരണത്തെ ഭയക്കാത്ത ഏക മാർഗം അതാണ് ക്രൈസ്തവ മാർഗം. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ബാക്കി എല്ലാ ജീവിതങ്ങളും നഷ്ടങ്ങളാണ്. എന്താണ് കാരണം? ഇത് ഞാൻ പറഞ്ഞതല്ല, ലോകം തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. നാം അറിയുന്ന പോലെ കെന്നഡി വെടിയേറ്റ് മരിച്ചപ്പോൾ ലോകപത്രങ്ങൾ ഒന്നടങ്കം എഴുതിയില്ലേ, ലോകത്തിന്റെ തീരാ നഷ്ടം. ഇന്ത്യയുടെ പ്രിയദർശിനി ഇന്ദിരാജി വെടിയേറ്റ് മരിച്ചപ്പോൾ ഇന്ത്യൻ പത്രങ്ങൾ എഴുതിയില്ലേ, തീരാ നഷ്ടം. ഞാൻ ചോദിച്ചോട്ടെ, സംസ്കാരിക നേതാക്കന്മാരിൽ സമുന്നയായിരുന്ന സുകുമാർ അഴീക്കോട് മരിച്ചപ്പോൾ എഴുതിയില്ലേ, തീരാ നഷ്ടം. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോൾ എഴുതിയില്ലേ, തീരാ നഷ്ടം. അതുപോലെ നയനാർ മരിച്ചപ്പോൾ എഴുതിയില്ലേ, തീരാ നഷ്ടം. നഷ്ടം നഷ്ടം നഷ്ടം. ലോക നേതാക്കൾക്കെല്ലാം നഷ്ടം, ലോക പ്രഭുക്കൾക്കെല്ലാം നഷ്ടം. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായ തർസോസുകാരൻ ശൗൽ, ക്രിസ്തുവിന്റെ ശിഷ്യനായ പൗലോസ് ഇപ്പോൾ റോമയുടെ മിന്നുന്ന വാളിന്റെ മുമ്പിൽ 1-ാം നൂറ്റാണ്ടിൽ നിന്നപ്പോൾ റോമൻ ചക്രവർത്തി കൽപ്പിച്ചു, പൗലോസേ, നിനക്ക് യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ തുടർന്ന് ജീവിക്കാം. എന്നാൽ യേശു ക്രിസ്തു കർത്താവെന്ന് അംഗീകരിച്ചാൽ എന്റെ കയ്യിലിരിക്കുന്ന ഈ മിന്നുന്ന വാൾ നിന്റെ ചിരച്ഛേദനം ചെയ്തു കളയും. പൗലോസ് പ്രഖ്യാപിച്ചു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. മരണത്തെ ലാഭമാക്കി മാറ്റുന്ന മഹത്തായ മാർഗമാണ് ക്രിസ്തീയ മാർഗം. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഒരു കാലത്ത് ഇതുപോലെ തന്നെ ശിശു മാമോദീസ സ്വീകരിച്ച് എല്ലാ കുംഭസാരവും നടത്തി, എല്ലാ തീർത്ഥാടനവും നടത്തി, അതുപോലെ എല്ലാ കുർബാനയും കണ്ട് ഒരു മതത്തിൽ ജീവിച്ച എന്നെ പോലെയുള്ള പാപികളായിരുന്ന മനുഷ്യരെ ഇന്ന് ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വിളിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സുവിശേഷം കേട്ടു, ദൈവത്തിനുവിഴുത്തായി ബൈബിൾ വായിച്ചു, അതുകൊണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുതെന്ന് ദൈവകൽപ്പന. ആ സത്യത്തെ അംഗീകരിച്ചപ്പോൾ ഞാൻ മതം വിട്ടു, എന്നെ മതത്തിൽ നിന്ന് പുറത്താക്കി. എന്താണ് കാരണം? യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം പറയുന്നത്, നിങ്ങളെ കൊല്ലുന്നവൻ പള്ളിക്ക് ഒഴിവാടി കഴിക്കുന്ന കാലം വരുന്നു എന്ന് പറയുന്നു. നിങ്ങളെ പള്ളി പുരുഷനാക്കും, നിങ്ങളെ നാൽക്കൽ ബന്ധിച്ചു നിർത്തും. ഞാൻ ചോദിച്ചോട്ടെ, എന്തിനിത്ര വലിയ മതങ്ങൾ വിട്ട് ഞങ്ങൾ പോകുന്നു? എന്തിനിത്രമാത്രം അഥവാ ഈ ഇത്രമാത്രം അനുകൂലങ്ങളുള്ളൊരു ഒരു വിഭാഗം വിട്ടു പോന്നു? അവരുടെ ആരും വഴക്കായിട്ടല്ല, ആരോട് എതിർപ്പ് കൊണ്ടുമല്ല, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇനി മതത്തിന് വേണ്ടി ജീവിച്ച് മരണത്തിലൂടെ നഷ്ടത്തിലേക്ക് പോകാതെ, ഇസത്തിന് വേണ്ടി ജീവിച്ച് മരണത്തിൽ നഷ്ടത്തിലേക്ക് പോകാതെ, തത്വചിന്തയിൽ ചിന്തിച്ചുകൊണ്ട് ലക്ഷ്യമില്ലാതെ പോകാതെ, യേശു ക്രിസ്തു എന്ന ഏകസത്യ ദൈവത്തെ അംഗീകരിച്ച് യേശു ക്രിസ്തുവിനോട് പറയുക, കർത്താവേ, ഞാൻ പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ആ സത്യത്തെ എന്റെ ഹൃദയത്തിലേക്ക് ഇതാ ഇന്നു മുതൽ സ്വീകരിക്കുന്നു. എന്റെ ദേഹവും എന്റെ ദേഹിയും എന്റെ ആത്മാവും അങ്ങയുടെ ദാനമാണ്. ഞാൻ അങ്ങയുടെ പാതാരബന്ധങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു. ജീവിച്ചാൽ ഞാൻ ഇനി ക്രിസ്തുവിനായി ജീവിക്കും, പ്രവർത്തിച്ചാൽ ഞാൻ ക്രിസ്തുവിനായി പ്രവർത്തിക്കും, മരിച്ചാൽ ഞാൻ ക്രിസ്തുവിനായി മരിക്കും, ഉയർത്താൽ ഞാൻ ക്രിസ്തുവിനായി ഉയർക്കും, ഭരിച്ചാൽ ഞാൻ ക്രിസ്തുവിനോട് 1000 വർഷം ഭൂമിയെ ഭരിക്കും. നിത്യതയിൽ ഞാൻ എന്റെ കർത്താവിനെ മുഖാമുഖം കണ്ട് നിത്യാനന്ദത്തിൽ, പരമാനന്ദത്തിൽ, നിത്യസംഗീത സ്വർഗീയ സംഗീതത്തിൽ ഞാൻ നിത്യത മുഴുവൻ എന്റെ പ്രാണപ്രിയനെ പാടി സ്തുതിച്ച് 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 നിത്യത മുഴുവൻ ഞാൻ കഴിയും.
ഇതാണ് ക്രിസ്തീയ പ്രത്യാശ. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, എത്ര നോയമ്പ് നോക്കി, എത്രമാത്രം കുർബാനകൾ കണ്ടു, എത്രമാത്രം തീർത്ഥാടനങ്ങൾ നടത്തി, എത്ര ഭാരമേറി കുരിശുകൾ ചോന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ അംഗീകരിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എനിക്ക് വേണ്ടി അംഗീകരിക്കാൻ മനസ്സുണ്ടോ? യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് അംഗീകരിക്കാൻ മനസ്സുണ്ടോ? അവൻ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് അംഗീകരിക്കാൻ മനസ്സുണ്ടോ? ആ ക്രിസ്തുവിന് ഹൃദയം ചോദിക്കുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുക. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ക്രിസ്തു ഹൃദയത്തിലേക്ക് വന്നാൽ ഇതിൽ മദ്യപിക്കാൻ പറ്റില്ല, പുകവലിക്കാൻ പറ്റില്ല, വ്യഭിചരിക്കാൻ പറ്റില്ല, പിടിച്ചു പറിക്കാൻ പറ്റില്ല, കൊലപാതകം ചെയ്യാൻ പറ്റില്ല. ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ മനുഷ്യൻ. അതുകൊണ്ട് പ്രിയ സ്നേഹിത, ഒരു മയക്കുമരുന്നിനും അതുപോലെ മദ്യത്തിൽ നിന്നും സാരോപദേശങ്ങളിൽ നിന്ന് ഒരിക്കലും രക്ഷിക്കാൻ കഴിയില്ല. ശിക്ഷണങ്ങൾ എത്ര നടന്നാലും രക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ആ നിമിഷം പാപമോചനം ലഭിച്ചാൽ പാപത്തിന്റെ സ്വഭാവം നിന്ന് മാറ്റപ്പെടും. ആ നിമിഷം മുതൽ പരിശുദ്ധാത്മാവ് നിന്നിൽ വ്യാപരിക്കും. ആ നിമിഷം മുതൽ നിത്യജീവന്റെ അവകാശിയായ ആ പ്രാഗൽഭ്യത്തിൽ ജീവിതം ആരംഭിക്കും. ആ നിമിഷം മുതൽ പുത്തൻ പ്രത്യാശയിൽ സ്വർഗത്തിലെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സമാധാനത്തോടെ, ലോകം തരാത്ത നിത്യമായ സമാധാനം, മദ്യം തരാത്ത സമാധാനം, ദൈവപുത്രനായ ക്രിസ്തു എന്ന സമാധാന പ്രഭുവിലൂടെ ലഭിച്ചുകൊണ്ട് നിത്യജീവന്റെ അവകാശിയായി ജീവിപ്പാൻ ഈ ദേശത്തെ ഈ വചനം കൊണ്ട് എല്ലാവരും നീ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇല്ല, ഈ സത്യത്തെ അംഗീകരിക്കാതെ, ക്രിസ്തുവിനെ സ്വീകരിക്കാതെ, മതത്തിന്റെ പേര് പറഞ്ഞ് പണത്തിന്റെ അഥവാ കനം നോക്കി നാം ഈ ഭൂമിയിൽ ജീവിച്ചാൽ, പ്രിയ സ്നേഹിത, വരുന്നു വലിയൊരു വെള്ളസിംഹാസനം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 വാക്യങ്ങൾ വായിക്കണം. ഞാൻ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു, അതിലൊരുത്തിരിക്കുന്നു കണ്ടു. അവൻ ആകാശം ഓടിപ്പോയി, മനുഷ്യപരാപാലവൃത്തം ആ സിംഹാസനം നിൽക്കുന്നു കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം തുറന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും, ഏത് വമ്പനെയും കൊമ്പനെയും തമ്പുരാനെയും ഒരുപോലെ കമ്പം പിടിപ്പിക്കുന്ന ന്യായവിധിക്കുമ്പിൽ നിർത്തും. നീ ഇന്നിത് അംഗീകരിച്ചില്ലെങ്കിൽ 10 സെന്റ് സ്ഥലം മേടിക്കുന്നത് ഈ യേശുക്രിസ്തുവിന്റെ ഡേറ്റ് കൂടാ ചെയ്യാൻ കഴിയില്ല. അൺഓർഡമനി, നാഥന്റെ വർഷം, ഡിവോളി ക്രൈസ്റ്റ്, ആവൃത്തി ക്രൈസ്റ്റ്. നമ്മുടെ പ്രധാനമന്ത്രി മോദിജി 10 പ്ലെയിൻ അമേരിക്കയിൽ നിന്ന് മേടിക്കുന്നത് കൊല്ലവർഷം വരികയല്ല. ADBC, അൺഓർഡമനി, നാഥന്റെ വർഷം, ഡിവോളി ക്രൈസ്റ്റ്, ആവൃത്തി ക്രൈസ്റ്റ്. നാം അറിയുന്ന പോലെ സൗദി അറേബ്യയിലെ സുൽത്താൻ, അദ്ദേഹം വിദേശ രാജ്യവുമായൊരു കരാർ ഒപ്പുവെക്കുന്നത് ഹിജ്റ വർഷം വെച്ചല്ല, ADBC, അൺഓർഡമനി, നാഥന്റെ വർഷം, കർത്താവിന്റെ വർഷം. അമേരിക്ക പ്രസിഡന്റ് ട്രംപ് ആയാലും ഈ ലോകത്ത് ഏത് വലിയ നേതാവായാലും അവരെല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് കുറിക്കുന്നത് ADBC, അൺഓർഡമനി, നാഥന്റെ വർഷം. അതുകൊണ്ടാണ് സർവ്വ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും. യേശു കർത്താവെന്ന് അവന്റെ മുമ്പിൽ ഏറ്റുപറയേണ്ടി വരും. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാൽ എല്ലാം മടങ്ങി യേശു കർത്താവെന്ന് ഏറ്റുപറയേണ്ടി വരും. ഇന്ന് യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ. അന്ന് യേശുക്രിസ്തുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് അവന്റെ കർത്തൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഈ വചനം കേട്ട ആരും ഇതൊരു മതത്തിന്റെ സന്ദേശമായി സ്വീകരിക്കാതെ, മതമാറ്റത്തിന്റെ സന്ദേശമായി സ്വീകരിക്കാതെ, മനമാറ്റത്തിന്റെ സന്ദേശമായി, മഹാസ്നേഹത്തിന്റെ മാർഗത്തിന്റെ സന്ദേശമായി, നിത്യജീവന്റെ മാർഗത്തിന് സന്ദേശമായി ഈ സന്ദേശത്തെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് പറയുക, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിനു വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, എനിക്ക് വേണ്ടി ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. എന്നെ ചേർക്കുവാൻ അങ്ങ് വാനമേഘങ്ങളിൽ വരും, കാഹളം ധ്വനിക്കും. ഞാൻ അങ്ങയെ വിശ്വസിച്ചാൽ ഞാൻ രൂപാന്തരപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അങ്ങയുടെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. അങ്ങനെക്ക് പ്രതിഫലം തരും. ആ പ്രതിഫലം വാങ്ങി ഞാൻ ഭൂമിയിലേക്ക് വീണ്ടും രാജാതിരാജാവായി ക്രിസ്തുവിനോടുകൂടെ രാജാക്കന്മാരായി മടങ്ങി വരും, പുരോഹിത വർഗമായി മടങ്ങി വരും. ഞാൻ എന്റെ കർത്താവിനോട് ഈ ഭൂമിയിൽ 1000 വർഷം ഭരിക്കും. പോരാ, സ്വർഗീയ ജെറുസലേമിൽ എന്റെ ദൈവത്തെ മുഖാമുഖം കണ്ട് ഞാൻ നിത്യതോട് സന്തോഷിക്കും. അതുകൊണ്ട് എന്റെ കർത്താവായ യേശുവേ, ജീവിച്ചാൽ ഞാൻ അങ്ങേക്കായി ജീവിക്കുന്നു, ഞാൻ അങ്ങേക്കായി പ്രവർത്തിക്കാൻ എന്നെ സമർപ്പിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് വന്ന് ഇന്ന് മുതൽ അങ്ങയുടെ രക്ഷിതാവായി, എന്റെ കർത്താവായി, എന്റെ ഹൃദയനാഥനായി ഞാൻ സ്വീകരിക്കുന്നുവെന്ന് നിങ്ങൾ ഹൃദയംഗമായി സ്വീകരിച്ചാൽ ആ നിമിഷം സർവ്വവ്യാപിയായ, സർവജ്ഞാനിയായ,
നിത്യനായ പരിശുദ്ധനായ സർവശക്തനായ രാജാതിരാജാവും കർത്താതികർത്താവും അമർത്യനും അടുത്തുകൂടാത്ത പ്രകാശം വസിക്കുന്നവനും മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനുമായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കും. വ്യക്തി ജീവിതത്തിൽ സമാധാനം, കുടുംബ ജീവിതത്തിൽ സമാധാനം, നമ്മുടെ രാഷ്ട്രത്തിന് സമാധാനം, ലോകത്തിന് സമാധാനം. ഇതാണ് സമാധാനത്തിന്റെ മാർഗം, ക്രിസ്തു എന്ന സമാധാന പ്രഭുവിന്റെ മാർഗം. ഈ മാർഗത്തെ സ്വീകരിക്കുവാൻ ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരെയും ഞങ്ങൾ ഒരുപോലെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇവനല്ലാതെ മറ്റൊരുത്തിനില്ല രക്ഷിക്കുവാൻ. ആകാശത്തിന് മനുഷ്യന് നൽകപ്പെട്ട മറ്റൊരു നാമവും ഈ ഭൂമണ്ഡലത്തിൽ ഇല്ല പ്രിയരെ, യേശു ക്രിസ്തു മാത്രം. ഏത് ഗ്രന്ഥം വെച്ചും അത് എഴുതപ്പെട്ട ഗ്രന്ഥം വെച്ച് സ്ഥാപിക്കുവാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഒരേ ഒരു സൂര്യന് കീഴിൽ, ഒരേ ഒരു ഭൂമിയിൽ, ഒരേ ഒരു മനുഷ്യന്റെ മക്കളായി നമ്മെ ഒരേ ഒരു ദൈവം മനുഷ്യനായി വന്ന് നമുക്ക് വേണ്ടി പാപത്തിന്റെ ശിക്ഷയേറ്റ് പാപപരിഹാരം വരുത്തി മരിച്ചുയർത്തെഴുന്നേറ്റ ഒരേ ഒരുവൻ, മടങ്ങി വരാൻ പോകുന്ന ഒരേ ഒരുവൻ, പുനരുദ്ധാനം ചെയ്യിക്കുന്ന ഒരേ ഒരുവൻ, ഭൂമിയെ ഭരിക്കുന്ന ഒരേ ഒരു നീതിയുള്ള രാജാവ്, ഒരേ ഒരു നിത്യനായ ദൈവം, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക, നിത്യയുടെ പങ്കാളിയായി തീരുവാൻ ഈ വചന കേൾവി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിച്ച വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയൊരു കടലാസിൽ തന്നാൽ ഞാൻ അതിന് കൃത്യമായ മറുപടി ദൈവഗ്രന്ഥമായി ബൈബിൾ എന്ന് പറയുന്നതായിരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഈ ദേശത്താരും ശിക്ഷയിലേക്ക് പോകരുത്. ഇത് രക്ഷയ്ക്ക് കാരണമായി രക്ഷയുടെ വചനം, ഈ ജീവന്റെ വചനം സ്വീകരിക്കുക, നിത്യയുടെ പങ്കാളിയായി തീരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ എന്നെ ശ്രദ്ധിച്ച എല്ലാവരോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മയെല്ലാം അനന്തമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.